ഇവിടെ നാലാമത്തെ ഒരാളുടെ പേരിട്ടിട്ട് ഇവിടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകളിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിച്ചാൽ കൃത്യമായി ആൻസർ ചെയ്തിരിക്കണം. അങ്ങനെയെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും. ഹായ് ഓൾ, എല്ലാവർക്കും എൻട്രിയുടെ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി TS. അങ്ങനെ നമ്മുടെ പരീക്ഷയുടെ തയ്യാറെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലും നല്ലത് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കുക എന്നുള്ളതാണ്, അല്ലെ? പഠിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ, നമ്മുടെ ചോദ്യ പേപ്പറിനകത്ത് ഒരു ചോദ്യം കാണുമ്പോൾ അത് നമുക്ക് ഉത്തരം ചെയ്യാൻ കഴിയണം. അവിടെയാണ് നമ്മളെ പഠനത്തിന്റെ ആ ഒരു വിലയിരുത്തൽ വരുന്നത്. അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സിലബസ് ഞാൻ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്, പക്ഷെ റിവിഷൻ ചെയ്തില്ല എങ്കിൽ എന്ത് പറ്റും? നമ്മൾ ആ സമയത്ത് അവിടെ പോയിരിക്കുന്ന സമയത്ത് ഓപ്ഷൻസ് കാണും, കൺഫ്യൂസ്ഡ് ആകും, ടെൻഷൻ ആകും. അപ്പോ അവസാനം നമ്മൾ കൊണ്ടുപോയി തെറ്റിക്കും. സോ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ച കാര്യങ്ങൾ, എല്ലാ സബ്ജക്റ്റിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ അവസാന സമയത്ത് റിവിഷൻ ചെയ്യുക. വീണ്ടും 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 റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. മാത്രമല്ല ടെൻഷൻ എല്ലാം ഒഴിവാക്കി മനസ്സ് നല്ല റിലാക്സ് ആയിട്ടായിരിക്കണം നിങ്ങൾ എക്സാമിലേക്ക് കടക്കേണ്ടത്. എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരു ആദ്യത്തെ ചോദ്യം നിങ്ങൾ കാണുമ്പോൾ എന്തായാലും ചിലപ്പോൾ പഠിക്കാത്തൊരു ചോദ്യമായിരിക്കും. അത് കാണുമ്പോൾ തന്നെ മൊത്തത്തിലുള്ള കോൺഫിഡൻസും കളഞ്ഞ് മൊത്തത്തിൽ ടെൻഷൻ അടിച്ചിരുന്നു കഴിഞ്ഞാൽ ബാക്കി 99 ചോദ്യങ്ങളും നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ആ ഒരു മെന്റലി ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ, ടെൻഷൻ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആൻസർ ഓർത്തെടുക്കാൻ പറ്റാതായി പോകും. അങ്ങനെ ഒരുപാട് പേർക്ക് അവസ്ഥ വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. അപ്പോ എന്താ ചെയ്യേണ്ടത്? എന്തൊക്കെ തന്നെ ആയാലും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചില ചോദ്യങ്ങൾ നമ്മൾ പഠിക്കാത്തതായിരിക്കാം വരുന്നത്, ചില ചോദ്യങ്ങളൊക്കെ പഠിച്ചതായിരിക്കാം. അപ്പോ എല്ലാം നമ്മളെ മനസ്സിൽ അതെല്ലാം അങ്ങനെ ആയിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം നിങ്ങൾ എക്സാം ഹാളിലോട്ട് പോയിരിക്കേണ്ടത്. മനസ്സ് മാക്സിമം റിലാക്സ് ആക്കുക, കൂൾ ആക്കുക, നല്ലതുപോലെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് കൂളായിട്ട് എന്ത് ചെയ്യുക? എക്സാം അറ്റൻഡ് ചെയ്തിട്ട് വരിക. ഓക്കെ, അപ്പൊ അവിടെ ആ ഒരു കൂൾ മൈൻഡോട് കൂടി നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നല്ലപോലെ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാനായിട്ടൊക്കെ സാധിക്കും. ഓക്കെ, അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സില് ഇന്ത്യൻ ഭരണഘടന നമ്മൾ മൊത്തത്തിൽ ഒന്ന് ഓട്ടിച്ചിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. പഠിക്കുകയല്ല, പഠിച്ച് നമ്മൾ ഒരുപാട് ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചു, ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്തു. പക്ഷേ ഇത് നമ്മളെ റിവൈസ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ റിവിഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ്പ്ലനേഷന്റെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഒരുപാട് ചോദ്യങ്ങളിലൂടെ പോകും. ആ ചോദ്യങ്ങളിലൂടെ പോകുമ്പോൾ നിങ്ങൾ പെട്ടെന്ന്, ഞാൻ ചോദ്യം വായിക്കുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ആ ആൻസർ ചിന്തിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്കുണ്ട്, അല്ലെ? നമുക്ക് ആ ഒരു PSC ഇത്ര മണിക്കൂർ സമയം തന്നിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിയണം. സോ അവിടെ ഇരുന്ന് ആലോചിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഓർത്തെടുക്കാനോ ഒന്നും സമയമില്ല. പെട്ടെന്നൊരു ചോദ്യം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് അതിന് ഉത്തരം വരണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു മാർക്ക് അവിടെ നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. സോ അത് നമ്മൾ റിവിഷനിലൂടെ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ ചോദ്യങ്ങൾ വായിക്കും, നിങ്ങൾ അതിനുള്ള ആൻസർ പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. റെഡി ആണല്ലോ? ഓക്കെ ആണല്ലോ? സോ വന്നോളൂ, നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സമിതി. ഇതിൽ നിന്ന് എന്തായാലും 1-2 ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കണമെന്നുള്ള പ്രമേയം മോത്തിലാൽ നെഹ്റു അവതരിപ്പിച്ച INC സമ്മേളനം ഏതാണ്? ശ്രദ്ധിക്കുക, 1927 ബോംബെ സമ്മേളനത്തിലൂടെയാണ് ആ മോത്തിലാൽ നെഹ്റു എന്ത് ചെയ്യുന്നത്? ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രമേയം അവതരിപ്പിച്ചു. അതെന്താണ്? ബോംബെ സമ്മേളനത്തിലാണെന്ന് ഓർത്തിരിക്കുക. അതായത് ഇന്ത്യക്കാര് എന്ത് ചെയ്യുന്നു? ഇന്ത്യക്കാരുടെ സൈഡിൽ നിന്നും ഒരു ഭരണഘടന വേണം എന്നുള്ള ഒരു ആവശ്യം ആദ്യമായിട്ട് എറൈസ് ചെയ്യുന്ന ഒരു സന്ദർഭമായിരുന്നു ഈ മോത്തിലാൽ നെഹ്റു ഇങ്ങനെ ഒരു പ്രമേയം, അല്ലെ, ഒരു നിവേദനം പോലെ ആയിരുന്നു ആ ഒരു പ്രമേയം എന്ത് ചെയ്യുന്നത്? അവതരിപ്പിക്കുന്നത്, അല്ലെ? അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കാൻ മോത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. ഓൾ പാർട്ടി കോൺഫറൻസിൽ എന്ത് ചെയ്യാണ്? ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണ്. എന്നാണ് കമ്മിറ്റി രൂപീകരിച്ചത്? 1928 മെയ് 19 കമ്മിറ്റി രൂപീകരിച്ചത്. ഡേറ്റിനെക്കാളും വർഷത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, അതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ പറ്റി പഠിച്ചിട്ട് മോത്തിലാൽ നെഹ്റു എന്ത് ചെയ്യുകയാണ്? ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. ആ റിപ്പോർട്ടിനാണ് നെഹ്റു റിപ്പോർട്ട് എന്നറിയപ്പെടുന്നത്, അല്ലെ? നെഹ്റു റിപ്പോർട്ട്. വർഷം ഏതാണ്? 1928 ആണ്. 1928 ഓഗസ്റ്റ് മാസം 10 മോത്തിലാൽ നെഹ്റു എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഭരണഘടന വേണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട്
ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. റിപ്പോർട്ട് സമർപ്പിച്ചു, അത്രയും മാത്രമേ അവിടെ നടന്നുള്ളൂ. ഓക്കെ, അതിനെയാണ് നെഹ്റു റിപ്പോർട്ട്. ഇത് ഇന്ത്യക്കാരുടെ സൈഡിൽ നിന്നുള്ള ആദ്യത്തെ ശ്രമമാണ്. ഇതിൽ നിന്നും കഴിഞ്ഞ തവണ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ച വർഷം. ആ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. സ്റ്റേറ്റ്മെന്റ് മോത്തിലാൽ നെഹ്റു ഭരണഘടന വേണമെന്നുള്ള ആവശ്യം വെച്ചുകൊണ്ട് 1928 റിപ്പോർട്ട് സമർപ്പിച്ചു. ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിലായിരുന്നു ചോദ്യം. അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1928 മോത്തിലാൽ നെഹ്റു എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് ഇതിനെ അടിസ്ഥാനമാക്കി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. അതിനെയാണ് നെഹ്റു റിപ്പോർട്ട് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ബാക്കി ചോദ്യങ്ങൾ പെട്ടെന്ന് ഓർക്കുക. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് എന്നാണ്? ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് മാസമാണെന്ന് നമുക്കറിയാം. വർഷം 1940 ഓഗസ്റ്റ് മാസം 8 തീയതിയാണ്. ആരാണ്? ലിൻ ലിത്ഗോ പ്രഭു ആയിരുന്നു അല്ലെ, അന്നത്തെ വൈസ്രോയി ആരായിരുന്നു? ലിൻ ലിത്ഗോ പ്രഭു ആയിരുന്നു. അപ്പം ഓഗസ്റ്റ് ഓഫർ വർഷം 1940 ആണ്. ഓഗസ്റ്റ് 8 തീയതിയാണ്. ലിൻ ലിത്ഗോ പ്രഭു ആണ് അത് പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന എന്ന ആവശ്യം മുന്നോട്ട് വെച്ച ആദ്യ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? എം എൻ റോയ് ആണ്. എം എൻ റോയിയുടെ ഫുൾ നെയിം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? നരേന്ദ്രനാഥ് ഭട്ടാചാര്യ. ഫുൾ നെയിം അല്ല, യഥാർത്ഥ നാമം എന്ന് പറയുന്നത് നരേന്ദ്രനാഥ് ഭട്ടാചാര്യ എന്നാണ്. എങ്കിൽ ആശയം മുന്നോട്ട് വെച്ച ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ നമ്മള് സ്വരാജ് പാർട്ടിയാണ് അല്ലെ. മറ്റേതൊരു കമ്മിറ്റി ആയിരുന്നു ആ ഒരു ആശയം 1927 ആ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. ആദ്യ രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. സ്വരാജ് പാർട്ടി 1935 ഇങ്ങനെ ഒരു ഇത് മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നോട്ടിനകത്തൊക്കെ 1923 എന്നൊക്കെ കാണും. ചിലവര് അത് ചോദിച്ചോണ്ട് വരാറുണ്ട്. സ്വരാജ് പാർട്ടി സ്ഥാപിച്ച വർഷമാണ് 1923. എന്നാൽ ആ ഒരു ഇത് മുന്നോട്ട് വെച്ചത്, ആശയം മുന്നോട്ട് വെച്ചത് 1934-35 സമയങ്ങളിലാണ്. ഓക്കെ, അതുകൊണ്ട് 34-35 ഓപ്ഷൻ ആയിട്ട് വരാറുണ്ട്. സോ PSCയുടെ ആൻസർ ഒരു തവണ ചോദിച്ചപ്പോൾ 35 ആയിരുന്നു. സോ സ്വരാജ് പാർട്ടിയുടെ ആ ഒരു ആശയം ആ ഒരു ഭരണഘടന വേണമെന്നുള്ള ആശയം മുന്നോട്ട് വെച്ച വർഷം 1935 നമുക്ക് പഠിക്കാം. ഓക്കെ, 35 ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ 34 എന്നുള്ള ഓപ്ഷനിലേക്ക് പോകും. ആ ഒരു സമയം, ഈ ഒരു കാലഘട്ടമാണ് 34-35 സമയത്താണ്. ചിലതിനകത്ത് 34 എന്നും പറയാറുണ്ട്, ചിലതിനകത്ത് 35 എന്നും പറയാറുണ്ട്. ഓക്കെ, ഇനി സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ ആരൊക്കെയാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ. ഇനി വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ യോഗം അറിയപ്പെടുന്ന പേര് സിംല കോൺഫറൻസ് എന്നാണ്. വർഷം 1945. സിംല കോൺഫറൻസിന്റെ വർഷം ഏതാണ്? 1945. എന്ത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു സിംല കോൺഫറൻസ്? വേവൽ പ്ലാൻ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺഫറൻസിനെയാണ് സിംല കോൺഫറൻസ് എന്ന് അറിയപ്പെടുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത് ഏത് പദ്ധതി പ്രകാരമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലെ. 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ത് ചെയ്യുന്നത്? രൂപീകരിക്കുന്നത്. ഈ ഒരു ക്യാബിനറ്റ് മിഷനിലുള്ള അംഗങ്ങളും ചോദിക്കാറുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് പറഞ്ഞേ. പെത്തവിക് ലോറൻസ് ഉണ്ട്. ഈ പെത്തവിക് ലോറൻസ് ആയിരുന്നു ക്യാബിനറ്റ് മിഷന്റെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത്, ചെയർമാൻ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്റ്റഫോർഡ് ക്രിപ്സ് ഉണ്ട്, AV അലക്സാണ്ടർ ഉണ്ട്. അപ്പൊ അംഗങ്ങളുടെ പേരൊന്ന് പറഞ്ഞേ. പെത്തവിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് എന്നാണ്. ഇപ്പൊ തൊട്ടു മുമ്പ് നടന്ന CPO WCPO എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് എന്നു ചോദിച്ചാൽ അത് ഡിസംബർ 6 തീയതിയാണ്. 1946 ഡിസംബർ 6. ഡേറ്റുകൾ കൃത്യമായിട്ട് പഠിക്കുക. 1946 ഡിസംബർ 6 എന്ത് ചെയ്യുന്നു? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നു. ഓക്കെ, ഫോം ചെയ്യുകയാണ്. അതിനുശേഷം ഡിസംബർ 9 തീയതി എന്ത് ചെയ്യുന്നു? ആദ്യ സമ്മേളനം നടക്കുകയാണ്. അതായിരുന്നു ക്വസ്റ്റ്യൻ വന്നിരുന്നത്. ഡിസംബർ 9 ആദ്യത്തെ സമ്മേളനം നടക്കുന്നു. അതിനുശേഷം ആ സമ്മേളനത്തിൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? താൽക്കാലിക അധ്യക്ഷനായിട്ട് നിയമിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ എന്ത് ചെയ്യുകയാണ്? സ്ഥിര അധ്യക്ഷനായിട്ട് നിയമിക്കുകയാണ്. അതിനുശേഷം ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്യുന്നത്? ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയും ഡേറ്റുകൾ മാറിപ്പോകാതെ പഠിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയില് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രമായിരുന്നോ ഉണ്ടായിരുന്നത്? അല്ല. ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉണ്ടായിരുന്നു, നോമിനേഷനിലൂടെ വന്ന അംഗങ്ങളും ഉണ്ടായിരുന്നു. ഒന്നും കൂടെ, തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉണ്ടായിരുന്നു, നോമിനേഷനിലൂടെ വന്ന അംഗങ്ങളും ഉൾപ്പെടുന്നതായിരുന്നു ആര്?
ഏത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്നത്. ഇനി സീറ്റുകൾ അനുവദിച്ചിരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? ഓരോ പ്രവിശ്യകളിലേക്ക് ജനസംഖ്യക്ക് ആനുപാതികമായിട്ടായിരുന്നു എന്ത് ചെയ്തിരുന്നത്? സീറ്റുകൾ അനുവദിച്ചിരുന്നത്. ഇനി ഇവിടെ ഏതൊക്കെ മതവിഭാഗങ്ങൾക്ക് ആ ഒരു സീറ്റുകൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പ്രധാനമായും അത് 3 വിഭാഗങ്ങളിലായിട്ടായിരുന്നു സ്പ്ലിറ്റ് ചെയ്തിരുന്നത്. മുസ്ലിങ്ങൾ, സിഖുകാർ, പൊതുവിഭാഗം. ഈ പൊതുവിഭാഗത്തിൽ മറ്റുള്ള എല്ലാ വിഭാഗങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും എന്തുണ്ടായിരുന്നു? പ്രാതിനിധ്യം ഉണ്ടായിരുന്നു എന്ന് പറയാം അല്ലെ. ഹിന്ദു വിഭാഗമെല്ലാം ഈ ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെട്ടാണ് വരുന്നത്. അപ്പം പ്രധാനമായും ഈ സീറ്റുകൾ അനുവദിച്ചിരുന്നത് ഏത് സമുദായത്തിന് എങ്ങനെയാണ് സമുദായത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരുന്നത് എന്ന് ചോദിച്ചാലാണ് മുസ്ലിങ്ങൾ, സിഖുകാർ, പൊതുവിഭാഗം എന്ന് ഡിവൈഡ് ചെയ്തിരുന്നത്. ഈ പൊതുവിഭാഗത്തിൽ മുസ്ലിങ്ങളും സിഖുകാരും അല്ലാത്ത ബാക്കി എല്ലാ വിഭാഗങ്ങളും ഈ പൊതുവിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? എല്ലാ മതത്തിലുള്ള വ്യക്തികൾക്കും എന്തുണ്ടായിരുന്നു? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. അങ്ങനെയെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും അടങ്ങുന്നതായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ എല്ലാ മതവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് കൂടി മനസ്സിൽ ഓർത്തു വെച്ചിരിക്കുക. 2 ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. എപ്പോഴും തിരിച്ചും മറിച്ചും ശരിയാണോ തെറ്റാണോ എന്നെല്ലാം ചോദിക്കാറുണ്ട്. ഇനി ഭരണഘടനാ അസംബ്ലിയുടെ നിർമ്മാണ സമിതിയുടെ ആ ഒരു ഘടന എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ നമ്പർ കൃത്യമായിട്ട് പഠിക്കുക. 389 ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ മൊത്തത്തിലുള്ള സ്ട്രെങ്ത് എന്ന് പറയുന്നത്. എത്രയാണ്? 389. അതില് 296 പേര് എവിടെ നിന്നാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും. 93 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നുമായിരുന്നു, പ്രിൻസ്ലി സ്റ്റേറ്റുകളിൽ നിന്നുമായിരുന്നു. ഒന്നും കൂടെ, 389 പേരിൽ 296 പേര് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും 93 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഈ 296 പേരിൽ 292 പേര്, ശ്രദ്ധിക്കുക, 296 പേരിൽ 292 പേര് 11 ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും, അതുപോലെ 4 പേര് 4 ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലങ്ങ് ഉറപ്പിച്ചു വെച്ചേക്കണേ. ടോട്ടല് 389. അതിൽ 296 ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും 93 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നും. ഈ 296 നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തു. 296 പേരിൽ 292 പേര് 11 ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും, 4 പേര് 4 ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നുമായിരുന്നു. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇത്രയും കാര്യം ഒക്കെ ആണോ? അപ്പൊ ഇവിടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിക്കുന്നത് എന്തിനാണ്? ആദ്യം ഈ ഒരു ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ വിഭജിക്കുന്നതിന് മുമ്പായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിച്ചത് അല്ലെ. എന്നാൽ പിന്നീട് ഇതെല്ലാം വിഭജിച്ചതിന് ശേഷം കുറെ പേര് എങ്ങോട്ടേക്ക് പോയി? പാകിസ്ഥാന്റെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് പോയി ഇല്ലേ. അപ്പൊ തിരിച്ച് ആ വിഭജനത്തിന് ശേഷം എങ്ങനെയാണ് ഇവിടുത്തെ സ്ട്രെങ്ത് എന്ന് ചോദിച്ചാൽ 299 ആയി മാറി. 389 ഉണ്ടായിരുന്ന ടോട്ടൽ സ്ട്രെങ്ത്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ടോട്ടൽ സ്ട്രെങ്ത് എത്രയായിട്ട് കുറഞ്ഞു? 299. അപ്പം വിഭജനത്തിന് ശേഷമുള്ള ഭരണഘടനാ അസംബ്ലിയുടെ ആകെ അംഗങ്ങൾ എത്രയെന്ന് ചോദിച്ചാൽ എത്രയാ പറയേണ്ടത്? 299 ആണ്. അതായത് 300-ന് 1 കുറവ്. ഓക്കെ, 300-ന് 1 കുറവ് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഈ 299 പേരിൽ 229 പേര് എവിടെ നിന്നായിരുന്നു? ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും. 70 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നുമാണ്. ഒന്നും കൂടെ, 299 പേരായിട്ട് കുറഞ്ഞു. ഓക്കെ, വിഭജനത്തിന് ശേഷം 389 ഉണ്ടായിരുന്നത് 299 ആയിട്ട് കുറഞ്ഞു. അതിൽ 229 പേര് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും, 70 പേര് എവിടെ നിന്നുമായിരുന്നു? നാട്ടുരാജ്യങ്ങളിൽ നിന്നും, പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്നുമായിരുന്നു. ഓക്കെ, ഇനി ചീഫ് കമ്മീഷണർമാരുടെ 4 ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യയിൽ നിന്നും 4 പേരുണ്ടെന്ന് നമ്മൾ പഠിച്ചില്ലേ. അത് ആരൊക്കെയാണ്? അത് ഏതൊക്കെ പ്രവിശ്യകളാണെന്ന് ആദ്യമേ പഠിക്കുക. അത് നമ്മൾ പഠിക്കുന്ന കോഡ് എങ്ങനെയാണ്? ABCD എന്നാണ് അല്ലെ. ഏതൊക്കെയാണ്? അജ്മീർ, ബലൂചിസ്ഥാൻ, കൂർഗ്, ഡൽഹി അല്ലെ. ഒന്നും കൂടെ, അജ്മീർ, ബലൂചിസ്ഥാൻ,
കൂർഗ്, ഡൽഹി. അപ്പൊ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? ഡൽഹി, അജ്മീർ. ഓക്കെ, നമുക്ക് ആ ഓർഡറിൽ തന്നെ പറയാം. അജ്മീർ, ബലൂചിസ്ഥാൻ, ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ, കൂർഗ് ഉണ്ട്, അതുപോലെ തന്നെ ഡൽഹി ഉണ്ട്. ഇനി അവിടെ നിന്നും വന്നവരെ കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക, കാരണം മാത്സ് ദ ഫോളോയിങ്ങിലൊക്കെ അത് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഡൽഹിയിൽ നിന്നും ഉണ്ടായിരുന്നത് ദേശബന്ധു ഗുപ്തയായിരുന്നു. ഡൽഹിയിൽ നിന്നും ദേശബന്ധു ഗുപ്ത. അജ്മീറിൽ നിന്നും ആരാണ്? മുകുന്ദ് ബിഹാരി ലാൽ ഭാർഗവയാണ്. അജ്മീറിൽ നിന്നും മുകുന്ദ് ബിഹാരി ലാൽ ഭാർഗവ. കൂർഗിൽ നിന്നും CM പൂനാച്ച. ബലൂചിസ്ഥാനിൽ നിന്നും ഖാൻ അബ്ദുൾ സമദ് ഖാൻ ആണ്. ബലൂചിസ്ഥാനിൽ നിന്നും ഖാൻ അബ്ദുൾ സമദ് ഖാൻ ആണ്. ഇത് ടോപ്പിക്, ഈ പേരുകൾ പഠിച്ചിട്ടില്ലാത്തവര് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ആ പേരൊന്ന് എഴുതിയെടുക്കുക. ഓക്കെ, ഇനി സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് നമ്മൾ പറഞ്ഞു 1946 ഡിസംബർ 9-ാം തീയതിയാണ് ഡൽഹിയിൽ വെച്ച് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത്. അപ്പൊ ആദ്യം സമ്മേളനം നടക്കുന്ന സമയത്ത് താൽക്കാലിക അധ്യക്ഷനായിട്ട് അവിടെ ഏറ്റവും മുതിർന്ന അംഗമായിരുന്ന സച്ചിദാനന്ദ സിൻഹ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു, അല്ലെ? ഇനി ദേശീയ പ്രസ്ഥാനത്തിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭ ഉൾക്കൊണ്ട ഏറ്റവും മികച്ചൊരു തത്വം ഉണ്ടായിരുന്നു. ഏതാണ് അത്? ലക്ഷ്യപ്രമേയമാണ്, അല്ലെ? ലക്ഷ്യപ്രമേയത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്തെന്ന് പറയും? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയും. അപ്പൊ ലക്ഷ്യപ്രമേയം സഭയുടെ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ്. എന്ത് ചെയ്യുന്നത്? സമ്മേളനത്തിൽ എന്താ മീൻസ് ആ ഒരു സഭയിൽ വെച്ച് ഈ ഒരു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. അപ്പൊ ദാ നോക്കിക്കേ, ഇവിടുത്തെ സ്ഥിരം അധ്യക്ഷൻ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തത് ആരെന്ന് ചോദിച്ചാൽ എന്നെന്ന് ചോദിച്ചാൽ ഡിസംബർ 11-ാം തീയതി, വർഷം 1946 ആണ്. അപ്പൊ ആ പേരുകൾ ഇവിടെയൊക്കെ സ്ഥിരം ചോദ്യം വരുന്നതാണ്. മിക്കവരും കൺഫ്യൂഷൻ ആയിക്കൊണ്ട് തെറ്റിക്കുന്ന ഏരിയാസ് ആണ്. സോ ശ്രദ്ധിച്ചിരിക്കുക. സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇനി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ്? JB കൃപലാനിയാണ്. ഇനി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഉപാധ്യക്ഷന്മാർ രണ്ടുപേര് HC മുഖർജി. ഓക്കെ, SN മുഖർജി അല്ല, ശ്രദ്ധിക്കണേ, ഇവിടെ മാറിപ്പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. HC മുഖർജിയാണ്. HC മുഖർജിയും VT കൃഷ്ണമാചാരിയുമായിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഉപാധ്യക്ഷന്മാരായിട്ടുണ്ടായിരുന്നത്. ഒന്നുകൂടെ, ഉപാധ്യക്ഷന്മാര് രണ്ടുപേര്. ഓക്കെ, അധ്യക്ഷൻ നമ്മൾ പഠിച്ചു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഉപാധ്യക്ഷൻ രണ്ടുപേര്, HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. ഓക്കെ, ഇനി സെക്രട്ടറി ആരാണ്? HVR അയ്യങ്കാർ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സെക്രട്ടറി ആരായിരുന്നു? HVR അയ്യങ്കാർ ആയിരുന്നു. ഉപദേശകൻ അല്ലെങ്കിൽ നിയമ ഉപദേഷ്ടാവ് ആരായിരുന്നു? അത് BN റാവു ആയിരുന്നു. ആരായിരുന്നു? BN റാവു ആയിരുന്നു ഇതിന്റെ നിയമ ഉപദേഷ്ടാവ്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ നിയമ ഉപദേഷ്ടാവ്. ഇനി ചീഫ് ഡ്രാഫ്റ്റ്മാൻ ആരെന്ന് ചോദിച്ചാലാണ് നമ്മൾ SN മുഖർജിയുടെ പേര് പറയേണ്ടത്. ഉപാധ്യക്ഷനായിരുന്നു HC മുഖർജി. ചീഫ് ഡ്രാഫ്റ്റ്മാൻ ആരെന്ന് ചോദിച്ചാൽ SN മുഖർജി ആണ്. ഇനി സ്പീക്കർ ആരാണ്? മാവിന്റെ പുറത്ത് സ്പീക്കർ ഇരിക്കുന്ന ആലോചിച്ച് നോക്കിക്കേ. GV മാവലങ്കർ ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സ്പീക്കർ ആയിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉണ്ടായിരുന്നു. ആളുടെ പേരെന്താണ്? ഫ്രാങ്ക് ആന്റണി എന്നാണ്. ഫ്രാങ്ക് ആന്റണി എന്നാണ്. ഇനി ഈ നമ്പർ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ട് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിക്കും. നോക്കൂ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന മലയാളി അംഗങ്ങൾ, വനിതകളും അതുപോലെ പുരുഷന്മാരും ഉൾപ്പെടെ മൊത്തത്തിൽ എത്ര മലയാളി അംഗങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 17 മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ 17 പേരിൽ 3 പേര് ആരായിരുന്നു? വനിതകളായിരുന്നു. അപ്പൊ മലയാളികളുടെ കേസ് പഠിച്ചു. മലയാളികൾ 17 പേരുണ്ടായിരുന്നു. 17-ൽ 3 പേര് വനിതകളായിരുന്നു. ഇനി ആകെ വനിതകൾ, മലയാളികൾ എന്നല്ല പറയുന്നത്, ആകെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ മൊത്തത്തിൽ എത്ര വനിതകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ 17 വനിതകളായിരുന്നു. ഈ മലയാളി വനിതകളും കൂടെ ചേർത്തിട്ട് മൊത്തത്തിൽ 17 വനിതകളായിരുന്നു ഉണ്ടായിരുന്നത്. പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം അതെന്തായി കുറയുന്നു? 15 വനിതകളായി കുറയുന്നു. ഓക്കെ, 17 ഉണ്ടായിരുന്നത് പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം 15 വനിതകളായി കുറയുന്നു. ഇനി അടുത്ത ചോദ്യം, ഇതെല്ലാം നിങ്ങൾ പല പരീക്ഷകളിൽ കണ്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും കേട്ടോ. നോക്കൂ, ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ ആരൊക്കെയായിരുന്നു? ആനി മസ്ക്രീൻ തിരുവിതാംകൂറിൽ നിന്നുള്ള പ്രതിനിധിയായിരുന്നു. അമ്മു സ്വാമിനാഥൻ മദ്രാസിൽ നിന്നാണ്. ദാക്ഷായണി വേലായുധൻ അതും മദ്രാസിൽ നിന്നാണ് കേട്ടോ. ഒന്ന് പറഞ്ഞേ, ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ,
ദാക്ഷായണി വേലായുധൻ. ഇവിടെ നാലാമത്തെ ഒരാളുടെ പേരിട്ടിട്ട് ഇവിടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകളിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിച്ചാൽ കൃത്യമായി ആൻസർ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിത ആരാണ്? ബീഗം ഐസ്വാസ് റസൂൽ. സ്പീഡ് കൂടുതലാണെങ്കിൽ സെറ്റിംഗ്സിനകത്ത് പ്ലേ ബാക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ പഠിക്കാത്തവർക്ക് ഇത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് വരാൻ ഒരു പാടുണ്ടായിരിക്കും. അപ്പൊ ഒന്നേന്ന് പറഞ്ഞ് പഠിക്കാനിരിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ച് സ്പീഡൊക്കെ കുറച്ചിട്ടൊന്ന് കേട്ട് പതിയെ പഠിച്ചു വന്നാൽ മതിയാകും. പഠിച്ചു കഴിഞ്ഞിട്ടിരിക്കുന്നവരാണെങ്കിൽ ഇത് പെട്ടെന്ന് റിവൈസ് ചെയ്ത് പോവുക കേട്ടോ. ഓക്കെ, അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിത ബീഗം ഐസ്വാസ് റസൂലാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിത ആരാണ്? ദാക്ഷായണി വേലായുധനാണ്. ഇനി അടുത്തൊരു ചോദ്യത്തിന്റെ ഒരു രീതിയുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ അല്ലാത്ത അല്ലെങ്കിൽ ആയിരുന്ന വനിതകൾ ആരൊക്കെ എന്ന രീതിയിൽ ചോദിക്കാം. അപ്പൊ 15 വനിതകളുടെ പേരുകൾ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. പ്രധാനപ്പെട്ട 15 പഠിക്കാൻ പറ്റിയില്ലെങ്കിലും പ്രധാനപ്പെട്ട വനിതകളെങ്കിലും പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം ആരൊക്കെയായിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ആ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ഉണ്ടായിരുന്ന 15 വനിതകൾ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യത്തെ മലയാളികൾ ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ 3 പേരെ കിട്ടി. ഇനി സരോജിനി നായിഡു, സുജേത കൃപലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ്, ബീഗം ഐസ്വാസ് റസൂല്, ദുർഗാഭായ് ദേശ്മുഖ്, കമല ചൗധരി, ലീല റോയ്, ഹൻസ ജീവരാജ് മേത്ത, മാലതി ചൗധരി, പൂർണിമ ബാനർജി, രാജ്കുമാരി അമൃത് കൗർ, രേണുക റായി. ഓക്കെ, ഇവരെങ്കിലും നിങ്ങൾ ഇതുവരെയെങ്കിലും കൃത്യമായിട്ട് ഒന്നും പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഇതെങ്കിലും നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ബാക്കിയുള്ളവരുടെ പേര് ആ ഓപ്ഷൻസിൽ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരണം എന്നുള്ള രീതിയിലെങ്കിലും ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ആ പേരുകളൊന്ന് നോക്കി വെച്ചേക്കണേ. ഇനി ഇന്ത്യയെ വിഭജിക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകുന്നതിനുമായി മൗണ്ട് ബാറ്റൻ തയ്യാറാക്കിയ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് പറയുന്നത്. ഈ മൗണ്ട് ബാറ്റൻ പ്ലാനിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജൂൺ 3 പ്ലാൻ എന്നും ഡിക്കി ബേർഡ് പ്ലാൻ എന്നും ബാൽക്കൻ പ്ലാൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് പ്ലാനാ മക്കളെ? മൗണ്ട് ബാറ്റൻ പ്ലാൻ ആണല്ലേ. ജൂൺ 3 പ്ലാൻ, ബാൽക്കൻ പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ എന്നൊക്കെ അറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പ്ലാൻ ആണ്. ഇനി അധികാര കൈമാറ്റത്തിനായി 1947 ഓഗസ്റ്റ് 15 എന്ന തീയതി നിശ്ചയിച്ച പ്ലാൻ ഏതെന്ന് ചോദിച്ചാൽ അത് ഉത്തരം മൗണ്ട് ബാറ്റൻ പ്ലാൻ ആണ് അല്ലെ. അധികാര കൈമാറ്റത്തിന് വേണ്ടിയിട്ട് ഏത് ഡേറ്റ് തെരഞ്ഞെടുത്തു? 1947 ഓഗസ്റ്റ് മാസം 15 തെരഞ്ഞെടുത്തത് ഏത് പദ്ധതിയാണ്, ഏത് പ്ലാൻ ആണ് എന്ന് ചോദിച്ചാൽ ഉത്തരം മൗണ്ട് ബാറ്റൻ പ്ലാൻ ആണ്. ഇനി ഭരണഘടനാ നിർമ്മിതിക്ക് ചുക്കാൻ പിടിച്ചത് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരുന്നു അല്ലെ. അപ്പോ ഈ ഭരണഘടനയുടെ കരട് പകർപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി 1947 ഓഗസ്റ്റിൽ നിയമിക്കപ്പെട്ട കമ്മിറ്റി ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി സ്ഥാപിച്ച വർഷം ചോദിച്ചിട്ടുണ്ട്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കരട് നിർമ്മാണ സമിതി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പൊ അത് സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1947 ഓഗസ്റ്റ് മാസം 29. ഈ ഡേറ്റ് ഓഗസ്റ്റ് 29 എന്നുള്ള ഡേറ്റ് പ്രത്യേകമായിട്ട് ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊന്ന് നോക്കി വെച്ചിരിക്കുക. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി സ്ഥാപിക്കപ്പെട്ട വർഷം 1947 ഓഗസ്റ്റ് 29 ആണ്. ഇനി ഭരണഘടനയുടെ ആദ്യ കരട് രൂപം പ്രസിദ്ധീകരിച്ച വർഷം 1948 ഫെബ്രുവരി 28. ഭരണഘടനയുടെ കരട് രണ്ടാമത്തെ കരട് രൂപം പ്രസിദ്ധീകരിച്ചത് 1948 ഒക്ടോബറിലുമാണ്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ് ഏതാണ്? 1949 നവംബർ 26 ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ 2 കൊല്ലവും 2 വർഷവും 11 മാസവും എടുത്തിട്ടാണ് എന്ന് ചെയ്യുന്നത്. അവിടെ 17 ദിവസം എന്നും 18 ദിവസം എന്നും 2 വരാറുണ്ട്. PSC മുമ്പ് ചോദിച്ചപ്പോൾ 17 ദിവസമായിരുന്നു ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ 18 ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ അത് നോക്കി ഓപ്ഷൻസ് നോക്കി ആൻസർ ചെയ്യുക കേട്ടോ. അപ്പം ഈ ഭരണഘടനയിലും നിയമത്തിന്റെ ഒക്കെ കാര്യത്തില് ചില ചോദ്യങ്ങളുടെ ഉത്തരം PSCക്ക് സ്വന്തമായിട്ടുണ്ട്. അത് മാത്രമേ PSCയുടെ ആൻസർ ആയിട്ട് എടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ SCRTയിൽ 17 കടന്നാലും NCERT 18 കടന്നാലും അവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ ഒരു ആൻസർ അവർ സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ അതായിരിക്കും അവിടെ ആൻസർ ആയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ 17 ദിവസം എന്ന് നിങ്ങൾ ഇപ്പൊ മുമ്പ് ചോദിച്ചത് കൊണ്ട് നമുക്ക്
17 ദിവസം എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ 18 ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഈ കാലയളവിലായിട്ട് അടുത്ത കൺഫ്യൂഷൻ ആയിട്ട് കൊണ്ടുവരുന്ന അടുത്തൊരു ചോദ്യമാണ്, ഈ കാലയളവിലായിട്ട് എത്ര ദിവസങ്ങളിലാണ് സഭ സമ്മേളിച്ചതെന്ന് ചോദിച്ചാൽ 166 ദിവസം. ഓക്കെ, 166 ദിവസം LCRT-യിലും 165 ദിവസം NCRT-യിലും കിടപ്പുണ്ട്. സോ അവിടെയും ഈ PSC-ക്ക് 2 ഉത്തരങ്ങൾ അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് PSC എന്ത് ചെയ്തിട്ടുണ്ട്, മുമ്പ് ഒരു തവണ ചോദിച്ചപ്പോൾ 165 ദിവസം എന്നായിരുന്നു കൊടുത്തിരുന്നത്, ആൻസർ ആയിട്ട് കൊടുത്തിരുന്നത്. സോ നിങ്ങൾ അത് നോക്കി വെച്ചിരിക്കുക. അങ്ങനെ ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്താണ് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. PSC ആയിട്ട് ഉണ്ടാക്കിയ കൺഫ്യൂഷൻ ആണ്. ഓക്കെ, അതുപോലെ SCRT-യിൽ ഒരു വാല്യൂയും NCRT-യിൽ മറ്റൊരു വാല്യൂ ആകുമ്പോൾ നമുക്ക് പഠിക്കുന്നവർക്കായാലും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും അല്ലെ. സോ അത് നിങ്ങൾ അത് അങ്ങനെയാണ്, അങ്ങനെയൊക്കെ 2 ആൻസർ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ഇനി ഭരണഘടനയുടെ കരട് തയ്യാറാക്കുവാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ചോദിച്ചാൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. നമ്മൾ പറഞ്ഞു അത് നിയമിച്ചത് ഓഗസ്റ്റ് 29, 1947 ആകെ അംഗങ്ങൾ 7 പേരാണ്. അപ്പം ഡോക്ടർ BR അംബേദ്കറിനെ കൂടാതെ ബാക്കി അംഗങ്ങൾ ആരൊക്കെയാണ്? KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, BL മിത്തർ, TP ഖൈത്താൻ. ഓക്കെ, ആ പേരുകൾ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്, പഠിച്ചു വെച്ചിരിക്കുക. പിന്നീട് ഖൈത്താന് പകരമായിട്ട് TT കൃഷ്ണമാചാരിയും മിത്തറിന് പകരമായിട്ട് ആരും വരുന്നു? N മാധവ റാവുവും വരികയുണ്ടായി. ഓക്കെ, ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായിരിക്കെ രാജിവെച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ BL മിത്രാണ്. കമ്മിറ്റിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ TP ഖൈത്താൻ ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി യൂണിയൻ പവർ കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്. സ്റ്റേറ്റ് കമ്മിറ്റി നമുക്കറിയാം, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഒരുപാട് സബ് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു, മേജർ കമ്മിറ്റീസും മൈനർ കമ്മിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ കമ്മിറ്റീസും 10-22ഓളം കമ്മിറ്റികളുണ്ട്. എല്ലാം പഠിക്കാൻ നിൽക്കണ്ട, പക്ഷെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പഠിച്ചു തന്നെ വെച്ചിരിക്കുക കേട്ടോ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ നമുക്കറിയാം ഡോക്ടർ BR അംബേദ്കർ ആണ്. യൂണിയൻ പവറും ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു. സ്റ്റേറ്റ് കമ്മിറ്റി ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ കമ്മിറ്റികൾ പേര് കൃത്യമായി പഠിച്ചിരിക്കണം കേട്ടോ. അപ്പൊ ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റികൾ ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞേ? യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, അതുപോലെ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റി. ഇനി അടുത്ത പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, അതുപോലെ തന്നെ അഡ്വൈസറി കമ്മിറ്റി, പിന്നെന്താണ് മൗലികാവകാശ ഉപദേശക കമ്മിറ്റി. ഇതിന്റെ എല്ലാം അധ്യക്ഷൻ ആരാണ്? അത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. അപ്പോ അത് കൃത്യമായിട്ട് പഠിക്കുക. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആയിക്കോട്ടെ, അഡ്വൈസറി കമ്മിറ്റി ആയിക്കോട്ടെ, മൗലികാവകാശ ഉപദേശക കമ്മിറ്റി, ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ന്യൂനപക്ഷ കമ്മിറ്റിയും ചോദിച്ചിട്ടുണ്ട്, സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ഇനി സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി, അതുപോലെ ഫ്ലാഗ് കമ്മിറ്റി, ഇതിന്റെ 3 ചെയർമാൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇനി ന്യൂനപക്ഷ ഉപകമ്മിറ്റി എന്നാണ് ചോദ്യമെങ്കിൽ അവിടെ നമ്മൾ പേര് പറയേണ്ടത് HC മുഖർജി പേരാണ്. ആരുടെയാണ്? HC മുഖർജിയുടെ പേരാണ്. ദെൻ മൗലികാവകാശ ഉപദേശക കമ്മിറ്റി ചോദിച്ചാൽ അത് ചോദിച്ചിട്ടുള്ളതാണ് JB കൃപലാനിയാണ്. ദെൻ ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി KM മുൻഷിയാണ്. ഓക്കെ, ക്ലിയർ ആണോ? എങ്കിൽ ക്രെഡൻഷ്യൽ കമ്മിറ്റി ഉണ്ട്, അല്ലാടി കൃഷ്ണസ്വാമി അയ്യരായിരുന്നു അധ്യക്ഷൻ. ഭാഷാ കമ്മിറ്റിയുടേത് മൂർത്തി സത്യനാരായണൻ. ഇത് കഴിഞ്ഞ തവണ ചോദിച്ചു. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട അവരുടെ അധ്യക്ഷന്മാരെ കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ ഒരുവിധം നമ്മൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്നുള്ള ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, എല്ലാ ചോദ്യങ്ങളും നമ്മൾ പഠിച്ചിട്ടില്ല, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ആമുഖത്തിലേക്കാണ്. ആമുഖം എന്ന് പറയുമ്പോൾ ആമുഖത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് അല്ലെ, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ്. അപ്പം അവതരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. അവതരിപ്പിച്ച തീയതി വളരെ ഇമ്പോർട്ടന്റ് ആണ്, 1946 ഡിസംബർ 13. ഇതെന്നാണ് അസംബ്ലി പാസ്സാക്കുന്നത്? 1947 ജനുവരി മാസം 22 ലക്ഷ്യപ്രമേയം എന്ത് ചെയ്യുന്നത്? അസംബ്ലി പാസ്സാക്കുന്നത്. അതുകൊണ്ട് ആമുഖത്തിന്റെ ശില്പിയായിട്ട് നമ്മൾ ആരെ പറയുന്നു? ജവഹർലാൽ നെഹ്റുവിനെ പറയുന്നു. ആമുഖം നിലവിൽ വന്ന ഡേറ്റ് ചോദിച്ചാൽ 1950 ജനുവരി മാസം 26 എന്ത് ചെയ്യുന്നത്? ആമുഖം നിലവിൽ വരുന്നത്. അപ്പൊ ആമുഖത്തിന്റെ ആ ഒരു പേജ്
ഡിസൈൻ ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ റാം മനോഹർ സിൻഹയാണ്. ആരാണ്? റാം മനോഹർ സിൻഹയാണ്. ഇനി ആമുഖത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട പദങ്ങളുണ്ട്, അത് ഈ ഓർഡറിൽ തന്നെ പഠിച്ചു വെച്ചിരിക്കുക. മുമ്പ് ഓർഡർ ഇങ്ങനെ മിക്സ് ചെയ്ത് തന്നിട്ട് ഇത് ആമുഖത്തിലുള്ള കറക്റ്റ് ഓർഡറിൽ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ വാക്കുകളും വരുന്ന ആമുഖം നമ്മൾ പഠിച്ചപ്പോൾ പഠിച്ച കാര്യമാണ്. നിങ്ങളുടെ മനസ്സിൽ ആ ആമുഖത്തിന്റെ ചിത്രമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ വാക്കുകൾ കറക്റ്റ് ഓർഡറിൽ ഒന്ന് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് വാക്ക് എന്താണ്? പരമാധികാരം അഥവാ സോവറൈൻ എന്ന് പറയും. ദെൻ സോഷ്യലിസ്റ്റ്, മതേതരം, ജനാധിപത്യ, റിപ്പബ്ലിക്. അല്ലെ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. ഇത് മാത്രം നമ്മൾ മുമ്പ് എന്ത് ചെയ്യുമായിരുന്നു? ഓർഡറിൽ പഠിക്കുക വെച്ചിട്ട് പോകുമായിരുന്നു. പക്ഷെ അവർ ചോദിച്ചപ്പോൾ ഇതിനകത്ത് നിന്നും മിക്സ് ചെയ്തും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൂടി കറക്റ്റ് ഓർഡറിൽ പഠിക്കുക. ആദ്യം വരുന്ന വാക്ക് നീതി, ജസ്റ്റിസ് ആണ്. പിന്നീട് സ്വാതന്ത്ര്യം, ലിബർട്ടി ആണ്. അതിനുശേഷം സമത്വം, ഇക്വാലിറ്റി ആണ്. ദെൻ സാഹോദര്യം, ഫ്രട്ടേണിറ്റി ആണ്. ഓക്കെ, ആ ഓർഡർ ഒന്ന് പഠിക്കണേ. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്, നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഒന്നും കൂടെ, നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സാഹോദര്യം എന്തായാലും അവസാനം വരുന്നതാണെന്ന് നമുക്കറിയാം. ഓക്കെ, സ്വാതന്ത്ര്യവും സമത്വവും തമ്മിൽ മാറരുത്. ആദ്യമേ സ്വാതന്ത്ര്യവും പിന്നീടാണ് സമത്വവും വരുന്നത്. ഓക്കെ, ദെൻ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞതാണ്, അല്ലെ? പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത്? ആമുഖം ആരംഭിക്കുന്നത്. നാം ഭാരതത്തിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് ആമുഖം ആരംഭിക്കുന്നത്. ആമുഖം അനുസരിച്ച് ഇന്ത്യ ഏത് തരത്തിലുള്ള രാജ്യമാണ്? ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യമാണ്. ആമുഖത്തിൽ പറയുന്ന ഒരേ ഒരു ഡേറ്റ് ഏതാണ്? 1946, 47, 48 ഒന്നും അല്ല, 49 കേട്ടോ. 1949 നവംബർ 26 എന്നുള്ള ഡേറ്റ് ആണ് ആമുഖത്തിൽ പറയുന്നത്. അപ്പൊ ആമുഖത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? നീതി, സ്വാതന്ത്ര്യം, ഓക്കെ, സമത്വം, സാഹോദര്യം. ഓക്കെ, അപ്പോ എന്താണ് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലക്ഷ്യങ്ങൾ ചോദിച്ചാൽ, ലക്ഷ്യങ്ങൾ അത് പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങൾ കേട്ടോ. ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലക്ഷ്യങ്ങൾ ചോദിച്ചാൽ അത് ഏതൊക്കെയാണ്? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യമാണ്. അത് എന്ത് ചെയ്യണം? പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങളാണ്. എങ്കിൽ ആദ്യമായി ഒരു ആമുഖത്തോടെ അംഗീകരിക്കപ്പെട്ട ഭരണഘടന അമേരിക്കയുടെ ഭരണഘടനയാണ്. അല്ലെ, ആമുഖം എന്ന ആശയം നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. ആമുഖത്തിന് എത്ര വിഭാഗങ്ങളുണ്ട്? ആമുഖത്തെ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗമാണ് ഭരണഘടനയുടെ പരമാധികാരത്തിന്റെ സ്രോതസ് ആരെന്ന് പറയുന്നു? ഇന്ത്യയിലെ ജനങ്ങളാണെന്ന് പറയുന്നു. ഇനി ഇന്ത്യയുടെ ആ ഒരു പ്രകൃതമാണ്, ആ ഒരു നേച്ചറാണ് രണ്ടാമത്തെ ഭാഗം പറയുന്നത്. ഏതൊക്കെയാണ്? സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. അല്ലെ, പരമാധികാര ജനാധിപത്യ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. ഓക്കെ, പരമാധികാര സോഷ്യലിസ്റ്റ് അതുപോലെ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് അതിന്റെ ലക്ഷ്യങ്ങളാണ്. ആമുഖത്തിന്റെ ആ ഒരു ലക്ഷ്യങ്ങളാണ് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇനി നാലാമത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഭരണഘടന അംഗീകരിച്ച തീയതിയാണ്. തീയതി ഏതാണ്? 1949 നവംബർ മാസം 26. അപ്പോ ആമുഖത്തിന് എത്ര വിഭാഗങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 4 അത് ആദ്യത്തെ വിഭാഗം ഭരണഘടനയുടെ ആ ഒരു സ്രോതസ് ജനങ്ങളാണെന്ന് പറയുന്നു. രണ്ടാമത് പറയുന്നത് ഇന്ത്യയുടെ നേച്ചർ എങ്ങനെയാണ്, പ്രകൃതം എങ്ങനെയാണെന്നാണ്. മൂന്നാമത് ഇന്ത്യയുടെ പൗരന്മാർക്ക് കൊടുക്കേണ്ട ആ ഒരു ലക്ഷ്യങ്ങളാണ്. ഇന്ത്യയുടെ ആ ഒരു ആമുഖത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്നാണ് പറയുന്നത്. ദെൻ ഭരണഘടന അംഗീകരിച്ച തീയതിയാണ് എവിടെ പറയുന്നത്? നാലാമത്തെ ഭാഗത്ത് പറയുന്നത്. ഇനി എത്ര തവണയാണ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്? ഒരേ ഒരു തവണയാണ്. ഏത് ഭേദഗതി? 1976 42 ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസം, മതേതരത്വം എന്നീ വാക്കുകൾ എന്ത് ചെയ്യുന്നു? കൂട്ടിച്ചേർക്കുന്നത്. അതുപോലെ രാജ്യത്തിന്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരമായി രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റിയത് ഏത് ഭേദഗതിയിലൂടെയാണ്? 1976 42 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ഈ ഭേദഗതി നിലവിൽ വരുന്നത് 1977 ജനുവരി മാസം 3-ാം തീയതിയാണ്. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ആ സമയം രാഷ്ട്രപതി ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദുമായിരുന്നു. ദൈവത്തിന്റെ നാമത്തിൽ എന്ന വാക്യത്തോടെ ആമുഖം ആരംഭിക്കണം എന്ന് നിർദ്ദേശിച്ചത് HB കമ്മത്തായിരുന്നു. ദേവിയുടെ നാമത്തിൽ ആരംഭിക്കണം എന്ന് പറഞ്ഞത് രോഹിണി കുമാർ ചൗധരി ആയിരുന്നു. അല്ലെ, അങ്ങനെയെങ്കിൽ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്
ആമുഖത്തിനെ പറ്റി കുറച്ചു പേര് പറഞ്ഞ വിശേഷണങ്ങളാണ് അല്ലെ. ഭരണഘടനയുടെ ആത്മാവെന്ന് പറഞ്ഞത് എം ഹിദായത്തുള്ളയാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞത് താക്കൂർദാസ് ഭാർഗവയാണ്. ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകം എന്ന് പറയുന്നത് KM മുൻഷിയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞത് NA പൽക്കിവാലയാണ്. ഇപ്പോഴും കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഭരണഘടനയുടെ കീനോട്ട് എന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കർ ആണ്. ഭരണഘടനയുടെ ആത്മാവും താക്കോലും എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ പലവരും വീണ്ടും ഈ വിശേഷണം ഹൃദയവും ആത്മാവും എന്ന് വേറെയും പല ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ PSCയുടെ രീതിയിൽ കുറെ ആൻസേഴ്സ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള ആൻസേഴ്സ് ആണ്. ഓക്കെ, അപ്പം ഭരണഘടന ഹൃദയമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഹൃദയവും ആത്മാവും എന്നാണ് എന്ത് പറഞ്ഞത്, താക്കൂർദാസ് ഭാർഗവ് പറഞ്ഞത് അല്ലെ. അപ്പൊ ഇവിടെയും എന്താ ചെയ്തിട്ടുണ്ട്, ഇവിടെ ആത്മാവാണെന്ന്, ഭരണഘടനയുടെ ആത്മാവും താക്കോലുമാണെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്, ജവഹർലാൽ നെഹ്റു പറയുന്നുണ്ട്. സോ അതേപടി പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇനി ഭരണഘടനയുടെ പരമാധികാരം ആവിർഭവിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്നാകണമെന്ന് സഭയുടെ ഓരോ അംഗങ്ങളുടെയും അഭിലാഷത്തിന്റെ പ്രതിഫലനമാണ് ആമുഖം എന്ന് പറഞ്ഞത് ആരാണ്, ആമുഖത്തിന്റെ ശില്പിയായ BR അംബേദ്കർ ആണ് അല്ലെ. ഓക്കെ, ഞങ്ങൾ ഇത്രയും കാലം ചിന്തിച്ചിരുന്നതും സ്വപ്നം കണ്ടിരുന്നതും നമ്മുടെ ഭരണഘടനയുടെ ആമുഖം പ്രകടിപ്പിക്കുന്നു. ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞത് ഭരണഘടനയുടെ ശില്പി എന്നാണ്, ആമുഖത്തിന്റെ ശില്പിയല്ല കേട്ടോ. ഭരണഘടനയുടെ ശില്പിയായ BR അംബേദ്കർ ആണ് പറഞ്ഞത്. ഇനി ഞങ്ങൾ ഇത്രയും കാലം ചിന്തിച്ചിരുന്നതും സ്വപ്നം കണ്ടിരുന്നതും നമ്മുടെ ഭരണഘടനയുടെ ആമുഖം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്, അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ്. ഇനി ആമുഖവുമായി ബന്ധപ്പെട്ട കേസുകൾ സ്ഥിരമായി ചോദിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞ കേസ് 1960 ബെറുബാറി കേസാണ്. ഇനി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 പ്രകാരം ആമുഖത്തിൽ ഭേദഗതി വരുത്താൻ കഴിയുമോ എന്ന ചോദ്യം ആദ്യമായി ഉയർന്നു വന്ന കേസ് 1973 കേശവാനന്ദ ഭാരതി കേസാണ്. അങ്ങനെയെങ്കിൽ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞ കേസ് 1973 കേശവാനന്ദ ഭാരതി കേസാണ് കേട്ടോ. അടിസ്ഥാന സവിശേഷതകളിൽ ഒരു ഭേദഗതിയും വരുത്താതെ ബേസിക് സ്ട്രക്ചർ എന്നുള്ള വാക്ക് കൊണ്ടുവന്നത് ഈ കേസാണ്. ബേസിക് സ്ട്രക്ചർ, അടിസ്ഥാന ഘടന. ഓക്കെ, അടിസ്ഥാന ഘടന എന്ന വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേശവാനന്ദ ഭാരതി കേസിലൂടെയാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ അടിസ്ഥാന സവിശേഷതകളിൽ ഒരു ഭേദഗതിയും വരുത്താതെ ഭരണഘടനയ്ക്ക് വിധേയമായ ആമുഖത്തിൽ ഭേദഗതി വരുത്താം എന്ന് പറഞ്ഞ കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. ഇനി കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിലെ വിധി പ്രഖ്യാപിച്ചത് 1973 ഏപ്രിൽ മാസം 24 ആയിരുന്നു. ആമുഖം ഭരണഘടനയുടെ പ്രസക്ത ഭാഗമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞ കേസ്, പ്രഖ്യാപിച്ച കേസ് എന്തെന്ന് ചോദിച്ചാൽ അത് 1995 LIC കേസാണ്. ഏതാണ്? LIC കേസാണ്. അങ്ങനെയെങ്കിൽ നമുക്കിനി അടുത്തതായിട്ട് പൗരത്വം എന്നുള്ള ടോപ്പിക്, നമ്മുടെ സിറ്റിസൺഷിപ്പ് എന്നുള്ള ടോപ്പിക് നോക്കിയാലോ? നോക്കിക്കോളൂ. പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം രണ്ടാമത്തെ ഭാഗമാണ്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ്. നമ്മുടെ ഇന്ത്യയില് ഏത് തരത്തിലുള്ള പൗരത്വമാണെന്ന് ചോദിച്ചാൽ അത് ഏക പൗരത്വമാണ്, സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് ഉള്ളത്. ഏക പൗരത്വം എന്നുള്ള ആശയം നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തത്? ബ്രിട്ടനിൽ നിന്നാണ് അല്ലെ. പൗരത്വത്തെ സംബന്ധിച്ച് നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരം ആർക്കാണുള്ളത്? കേന്ദ്ര സർക്കാരിനാണോ? അല്ല, പാർലമെന്റിനാണ് പൗരത്വത്തെ സംബന്ധിച്ച നിയമങ്ങൾ നിർമ്മിക്കാൻ, നിയമം പാസ്സാക്കാൻ അധികാരമുള്ളത്. പൗരത്വം റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ആർക്കാണ്? ഇന്ത്യൻ ഗവൺമെന്റിനാണ്. സോ അത് മാറിപ്പോകരുത്. നിയമം പാസ്സാക്കാൻ അധികാരമുള്ളത് പാർലമെന്റിനും അത് റദ്ദ് ചെയ്യാൻ അധികാരമുള്ളത് ഇന്ത്യൻ ഗവൺമെന്റിനാണ്. ഏതാണ്? നിയമം റദ്ദ് ചെയ്യാനാണോ? അല്ല, പൗരത്വം റദ്ദ് ചെയ്യാൻ, സിറ്റിസൺഷിപ്പ് റദ്ദ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ ഗവൺമെന്റിനാണ്. ഇനി ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? എല്ലാം സിംഗ്വി കമ്മിറ്റിയാണ്. ഡബിൾ സിറ്റിസൺഷിപ്പ്, അതായത് കേന്ദ്രത്തിൽ ഒരു സിറ്റിസൺഷിപ്പ്, സംസ്ഥാനങ്ങളിൽ ഒരു സിറ്റിസൺഷിപ്പ് വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. ഭരണഘടനയുടെ തുടക്കത്തിൽ, അതായത് 1950 ജനുവരി 26 ഈ സമയം ഇന്ത്യൻ പൗരന്മാരായി എത്ര വിഭാഗങ്ങളെ ആയിരുന്നു കണക്കാക്കിയിരുന്നത്? 4 വിഭാഗങ്ങളെ ആയിരുന്നു ഇന്ത്യൻ പൗരന്മാരായിട്ട് കണക്കാക്കിയിരുന്നത്. ഏതൊക്കെ വിഭാഗങ്ങളാണ്? ഇന്ത്യയിൽ താമസിക്കുന്നവര്, പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിൽ കുടിയേറിയവര്, പാകിസ്ഥാനിലേക്ക് കുടിയേറിയ ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയവര്, ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജർ എന്നുള്ള രീതിയിലായിരുന്നു അവിടെ എന്ത് ചെയ്തിരുന്നത്? പൗരന്മാരെ ഡിവൈഡ് ചെയ്തിരുന്നത്. എങ്കിൽ സ്വമേധയാ മറ്റേതെങ്കിലും രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ച ഒരാളെ ഇന്ത്യൻ പൗരനായി പരിഗണിക്കാനാകില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ 9 പൗരത്വം നൽകുന്നത് അവസാനിപ്പിക്കുന്നതിനോ പൗരത്വം സംബന്ധമായ മറ്റു കാര്യങ്ങളിൽ
തീർപ്പ് കൽപ്പിക്കുന്നതിനോ ഉള്ള പാർലമെന്റിന്റെ അധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 11 പാർലമെന്റ് ഇന്ത്യൻ പൗരത്വ നിയമം പാസാക്കിയ വർഷം എന്ന് പറഞ്ഞേ 1955 ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് എന്ന് പറയുന്നത് അല്ലെ. 1955 പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് എത്ര രീതിയിൽ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാം എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? 5 രീതിയിൽ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാം. ഏതൊക്കെയാണ് 5 രീതി? ജന്മസിദ്ധമായ പൗരത്വം അല്ലെ, ബൈ ബർത്ത് ഉണ്ട്. പിന്തുടർച്ച വഴിയുള്ള പൗരത്വം ബൈ ഡെസെന്റ് ഉണ്ട്. രജിസ്ട്രേഷൻ മുഖേനയുള്ള പൗരത്വം ബൈ രജിസ്ട്രേഷൻ. ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം ബൈ നാച്ചുറലൈസേഷൻ. പ്രദേശ സംയോജനം വഴിയുള്ള പൗരത്വം അതാണ് ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി എന്ന് പറയുന്നത്. ഇനി രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം നേടുന്നതിന് അർഹതയുള്ളത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? രജിസ്ട്രേഷൻ അപേക്ഷിക്കുന്നതിന് 7 വർഷം മുമ്പ് ഇന്ത്യയിൽ താമസം ഉറപ്പിച്ച ഇന്ത്യൻ വംശജർക്കും, അവിഭക്ത ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജർക്കും, അതുപോലെ ഇന്ത്യൻ പൗരത്വമുള്ള വ്യക്തികളുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ട പൗരത്വം അപേക്ഷ നൽകുന്നതിന് 7 വർഷം മുമ്പ് ഇന്ത്യയിൽ താമസം ഉറപ്പിച്ച വ്യക്തി. ഇതൊക്കെ നമ്മൾ ആ ടോപ്പിക്ക് പഠിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല, നമ്മുടെ സമയം പോകത്തതേ ഉള്ളൂ. അപ്പൊ ഇന്ത്യൻ പൗരന്മാരായ വ്യക്തികളുടെ പ്രായപൂർത്തിയായ കുട്ടികള്, ഇന്ത്യൻ പൗരന്മാരായ വ്യക്തികളുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികള്, മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായ പ്രായപൂർത്തിയായ വ്യക്തി, അദ്ദേഹം പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് 12 മാസം മുമ്പെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടാകണം. അടുത്ത പ്രായപൂർത്തിയായ പൗരത്വ അപേക്ഷകൻ 5 വർഷമായി ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ് ഉടമയായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും അപേക്ഷിക്കുമ്പോൾ 12 മാസമായി ഇന്ത്യയിൽ താമസക്കാരനുമായ വ്യക്തിയായിരിക്കണം. അത്തരത്തിലുള്ളവർക്ക് രജിസ്ട്രേഷൻ മുഖേന എന്ത് ചെയ്യാം? പൗരത്വത്തിന് അപേക്ഷിക്കാം. ഇനി ഒരു ഇന്ത്യൻ പൗരന് മാത്രം ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങൾ ഒരു 3-4 തവണ ഈ ചോദ്യം PSC ചോദിച്ചിട്ടുണ്ട്. ഒരു ഇന്ത്യൻ പൗരന് മാത്രം ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങൾ ഏതൊക്കെയാണ്? വോട്ട് ചെയ്യാനുള്ള അവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശം. കൃത്യമായി പഠിച്ചിരിക്കുക. ഇനി 1955 സിറ്റിസൺഷിപ്പ് ആക്ട് അനുസരിച്ച് ഒരു പൗരന് എത്ര രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം? എത്ര രീതിയിലാണ്? 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. ഏതൊക്കെയാണ്? പൗരത്വം സ്വമേധയാ ഉപേക്ഷിക്കൽ, അതിനെയാണ് പരിത്യാഗം എന്ന് പറയുന്നത്. റിനൗൺസിയേഷൻ എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 8 അതിനെ പറ്റി പ്രതിപാദിക്കുന്നത്. രണ്ടാമതാണ് നിർത്തലാക്കൽ. നിർത്തലാക്കലിനെയാണ് ടെർമിനേഷൻ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 9 അതിനെ പറ്റി പ്രതിപാദിക്കുന്നത്. ദെൻ പൗരത്വ അപഹരണമുണ്ട്, അതിനെയാണ് ഡെപ്രിവേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആർട്ടിക്കിൾ 10 അതുമായി ബന്ധപ്പെട്ട ആ ഒരു ആർട്ടിക്കിൾ ആണെന്ന് ഓർത്തിരിക്കുക. എങ്കിൽ 2014 ഡിസംബർ 31 അതിനു മുൻപോ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവർ, അതായത് ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ, ഇതിനകത്ത് എന്ത് ഉൾപ്പെട്ടിട്ടില്ല? മുസ്ലിം വിഭാഗം ഉൾപ്പെട്ടിട്ടില്ല എന്ന് പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുക. ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ അവരെയാണ് ന്യൂനപക്ഷ വിഭാഗത്തിൽ ഈ നിയമത്തിൽ പറയുന്നത്. ഓക്കെ, മതപീഡനം മൂലമാണ് ഇന്ത്യയിലേക്ക് കുടിയേറിയതെങ്കിൽ അവർക്ക് പൗരത്വം നൽകുന്ന നിയമമാണ് 2019 ഇന്ത്യൻ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പോയിന്റ് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കാം. ഏത് ഡേറ്റ് ആണ് പറയുന്നത്? 2014 ഡിസംബർ 31 അതിനു മുൻപോ. ഓക്കെ, ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാണ്? അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്. എവിടെ നിന്നാണ്? അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്. ഓക്കെ, എന്നീ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവർ. അവിടെ ആരൊക്കെയാണ് ന്യൂനപക്ഷ വിഭാഗം എന്ന് എടുത്തു പറയുന്നുണ്ട്? ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ. ഒന്നും കൂടെ, ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ. മുസ്ലിം വിഭാഗം അതിനകത്ത് പറയുന്നില്ല. ഓക്കെ, അവര് മതപീഡനം മൂലമാണ് ഇന്ത്യയിൽ കുടിയേറിയതെങ്കിൽ അവർക്ക് എന്താണ്? പൗരത്വം നൽകാം എന്ന് പറയുന്ന ആ ഒരു നിയമമാണ് ഇന്ത്യൻ പൗരത്വ ഭേദഗതി നിയമം 2019 എന്ന് പറയുന്നത്. ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ കുടിയേറ്റക്കാർ 11 വർഷം ഇന്ത്യയിൽ താമസിച്ചിരിക്കണം എന്നുള്ളത് 5 വർഷമാക്കി കുറച്ച ആ ഒരു നിയമമാണ് ഈ ഒരു ഭേദഗതി നിയമം. ഇന്ത്യയിൽ പൗരത്വം അനുവദിക്കുന്നത് ആരാണ്? ഇന്ത്യൻ ഗവൺമെന്റ് ആണ് അല്ലെ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്. ഇന്ത്യൻ ഗവൺമെന്റിലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയില് പൗരത്വം എന്ത് ചെയ്യുന്നത്? അനുവദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ ഈ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ആമുഖം, പൗരത്വം, ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇനി നിങ്ങൾ ആൻസർ ചെയ്യുമല്ലോ. അപ്പൊ നമുക്ക് എന്താണ് ഇത്രയും കാര്യങ്ങളെ ക്ലിയർ ആയെന്ന് കരുതുന്നു. അടുത്തതായിട്ട് നമ്മൾ റിവിഷൻ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മൗലിക അവകാശങ്ങളാണ്, അഥവാ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഏറ്റവും കൂടുതൽ PSC ചോദ്യങ്ങൾ ചോദിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് മൗലിക അവകാശങ്ങൾ. സോ അതിൽ നിന്നുമുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കാം.
മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് ഭാഗമാണ്? മൂന്നാമത്തെ ഭാഗമാണ് അല്ലെ. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഈ ഒരു ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ് അല്ലെ, USA നിന്നാണ്. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര തരത്തിലുള്ള മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു? 7 തരത്തിലുള്ള മൗലിക അവകാശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ എത്ര തരത്തിലുള്ള മൗലിക അവകാശങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 6 തരത്തിലുള്ള മൗലിക അവകാശങ്ങളാണുള്ളത്. തുടക്കത്തിൽ 7 ഉണ്ടായിരുന്നു, പിന്നീട് 6 കുറഞ്ഞു അല്ലെ. ഇന്ത്യൻ ഭരണഘടനയില് മൗലികാവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ സ്ഥിരം ചോദിക്കാറുണ്ട്. 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളിലാണ് മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങൾ നടപ്പാക്കാൻ സുപ്രീം കോടതി എന്താണ് പുറപ്പെടുവിക്കുന്നത്, അല്ലെങ്കിൽ സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ അറിയപ്പെടുന്ന പേര് എന്തെന്ന് ചോദിച്ചാൽ അത് റിട്ടുകളാണ്. മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? പാർലമെന്റിന് മാത്രമേ ഉള്ളൂ. ഇനി അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ എന്ത് ചെയ്യാം? മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് അധികാരം പാർലമെന്റിനാണോ ഉള്ളത്? അല്ല, അതിന്റെ അധികാരം രാഷ്ട്രപതിക്കാണുള്ളത്. മൗലികാവകാശ ഉപദേശക സമിതി ചെയർമാൻ ആരെന്നാണ് നമ്മൾ പഠിച്ചത്? സർദാർ വല്ലഭായ് പട്ടേലാണ്. എന്നാൽ മൗലികാവകാശ ഉപകമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? JB കൃപലാനി ആയിരുന്നു അല്ലെ. അങ്ങനെയെങ്കിൽ 6 തരത്തിലുള്ള മൗലികാവകാശങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന 6 തരത്തിലുള്ള മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്നും അതിന്റെ ആർട്ടിക്കിൾ കൃത്യമായി എവിടെ മുതൽ എവിടെ വരെയാണെന്ന് പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ നോക്കിക്കോളൂ. സമത്വത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ പറയുന്നത്. സമത്വത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിളിൽ പറയുന്നത്. ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ് 23ലും 24ലും പറയുന്നത്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിളിൽ പറയുന്നത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. 29, 30 ആർട്ടിക്കിളിലായിട്ടാണ് എന്തിനെ പറ്റി പറയുന്നത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. ദെൻ മൗലികാവകാശങ്ങൾ കോടതിയിലൂടെ സ്ഥാപിച്ചു കിട്ടുന്നതിനുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? അനദർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 32ാമത്തെ ആർട്ടിക്കിൾ ആണ്. സോ അത് കൃത്യമായി പഠിച്ചു വെച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് സ്വത്തവകാശത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഭരണഘടന നിലവിൽ വരുന്ന സമയം ഇത് എന്തായിരുന്നു? ഒരു മൗലിക അവകാശമായിരുന്നു അല്ലെ. എന്നാൽ നിലവിൽ സ്വത്തവകാശം എന്തവകാശം മാത്രമാണ്? ഒരു നിയമാവകാശം മാത്രമാണ് അല്ലെ. 1978 44 മക്കളെ 42 എന്ന ഓപ്ഷനിൽ എന്തായാലും കാണും, അവിടെ തെറ്റിച്ച് വെക്കരുത്. 44 സെന്റ് ഭൂമി, 44 സെന്റ് സ്വത്ത് നമുക്കുണ്ട് എന്നൊക്കെ ഒന്ന് ചിന്തിച്ചു വെച്ചേ. നോക്കൂ, 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ എന്ത് ചെയ്യുന്നത്? മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്യുന്നത്. 1979 44ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരികയുണ്ടായി. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു അല്ലെ. ജനതാ സർക്കാരിന്റെ നേതാവായുള്ള മൊറാർജി ദേശായി ആയിരുന്നു എന്ത് ചെയ്യുന്നത്? സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുന്നത്. സ്വത്തവകാശ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരുന്ന ആർട്ടിക്കിൾ, അപ്പൊ തുടക്കത്തിൽ ഏത് ആർട്ടിക്കിളിലായിരുന്നു പറഞ്ഞിരുന്നത്? ആർട്ടിക്കിൾ 31ലായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു? സ്വത്തവകാശത്തെ 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഏത് ഭാഗത്തിലേക്കാണ്? ധനകാര്യം, വസ്തു കരാറുകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടു വരുന്ന ഭരണഘടനയുടെ 12ാമത്തെ ഭാഗത്തേക്ക് മാറ്റുകയുണ്ടായി. അപ്പൊ 3ാമത്തെ ഭാഗത്ത് കിടന്ന സ്വത്തവകാശം ഇപ്പോൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കിടക്കുന്നത്? 12ാമത്തെ ഭാഗത്താണ് കിടക്കുന്നത്. 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ 300A ആണ്. ഈ 300Aയിലാണ് ഇപ്പോൾ എന്തിനെ പറ്റി പറയുന്നത്? സ്വത്തവകാശത്തെ പറ്റി പറയുന്നത്. മനസ്സിലായോ? അപ്പോ സ്വത്തവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന നിലവിലെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 300A ആണെന്ന് ഓർത്തിരിക്കുക. എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. സ്വത്തവകാശം നിയമാവകാശമാകുമ്പോൾ രാഷ്ട്രപതി ആരായിരുന്നു
ചോദിക്കുന്നു. സ്വത്തവകാശം നിയമാവകാശമായി ആകുന്ന സമയത്ത് രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു. 44 ഭേദഗതിയിലെ എത്രാമത്തെ വകുപ്പ് പ്രകാരമാണ് 300A ഉൾപ്പെടുത്തിയത്? ശ്രദ്ധിക്കുക, നിയമത്തിലെയോ ഭരണഘടനയിലെയോ കാര്യമല്ല പറയുന്നത്. 44 ഭേദഗതി നിലവിൽ വന്നല്ലോ, അതിനകത്ത് 1, 2, 3, 4 എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിലെ 34ാമത്തെ സെക്ഷൻ നോക്കിയാലാണ് എന്ത് അറിയാൻ പറ്റുന്നത്? ഇവിടെ 300A ഭാഗം 12 300A എന്നുള്ള ആർട്ടിക്കിൾ ഇൻസേർട്ട് ചെയ്യുന്നത്, 300A ഇൻസേർട്ട് ചെയ്യുന്നത്, കൂട്ടിച്ചേർക്കുന്നത് ആ അമെന്റ്മെന്റിലെ എത്രാമത്തെ വകുപ്പ് പ്രകാരമാണെന്ന് ചോദിച്ചാൽ 34ാമത്തെ വകുപ്പ് പ്രകാരമാണ്. വകുപ്പാണ്, സെക്ഷനാണ്, ഭേദഗതി നിയമത്തിലെ സെക്ഷനാണ് കേട്ടോ. ഓക്കെ, അതൊന്ന് നോക്കി വെച്ചിരിക്കുക. ഏതാ 300A പ്രാബല്യത്തിൽ വന്നത് 1979 ജൂൺ 20-ാം തീയതിയാണ്. 44ാം ഭരണഘടനാ ഭേദഗതിക്ക് കാരണം ആയി അവതരിപ്പിച്ച കാരണമായ ബില്ല് അവതരിപ്പിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ശാന്തി ഭൂഷൺ ആണ്. ആരാണ്? ശാന്തി ഭൂഷൺ ആണ്. ഇനി മൗലികാവകാശങ്ങളിൽ ചിലത് നെഗറ്റീവ് സ്വഭാവമുള്ളതും മറ്റു ചിലത് പോസിറ്റീവ് സ്വഭാവമുള്ളതാണ്. സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കും. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നെഗറ്റീവ് സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഭരണകൂടത്തിന്റെ അധികാരത്തിൽ എന്തെങ്കിലും ലിമിറ്റേഷൻ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, പരിമിതികൾ കൊണ്ടുവരുന്ന മൗലികാവകാശമാണെങ്കിൽ അതിനെയാണ് നമ്മൾ നെഗറ്റീവ് സ്വഭാവമുള്ള മൗലികാവകാശം എന്ന് വിളിക്കുന്നത്. ഇനി പോസിറ്റീവ് സ്വഭാവമുള്ള മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തികൾക്ക് ചില പ്രത്യേക അവകാശങ്ങൾ നൽകുന്ന വകുപ്പുകളാണെങ്കിൽ അല്ലെങ്കിൽ അവകാശങ്ങളാണെങ്കിൽ അത്തരത്തിലുള്ള അവകാശങ്ങളെയാണ് പോസിറ്റീവ് സ്വഭാവമുള്ള മൗലികാവകാശം എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കൂ. മൗലികാവകാശം എന്താണ്? ന്യായവാദത്തിന് അർഹത ഉള്ളവയാണ്. മൗലികാവകാശങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് കോടതി വഴി സമീപിക്കാം, അല്ലെ? മൗലികാവകാശം ലംഘിക്കപ്പെടുകയാണെങ്കിൽ കോടതിയിൽ സമീപിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്? മൗലികാവകാശം ന്യായവാദത്തിന് അർഹമാണ് എന്ന് പറയുന്നത്. അതുപോലെ മൗലികാവകാശം അലംഘനീയമോ ശാശ്വതമോ അല്ല. എന്താണ് അലംഘനീയം എന്ന് പറഞ്ഞാൽ? ലംഘിക്കാൻ കഴിയാത്തവയോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ളതോ അല്ല എന്നാണ് പറയുന്നത്. അതായത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ബാധിക്കാത്ത തരത്തിൽ ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് ചെയ്യാം? മൗലികാവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കാനും അസാധുവാക്കാനും പാർലമെന്റിന് സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പറയുന്നത്. അതും ചോദിച്ചിട്ടുള്ളതാണ്, ശരിയാണോ തെറ്റാണോ എന്ന്. അപ്പം ഓർത്തിരിക്കുക, മൗലികാവകാശങ്ങൾ അലംഘനീയമോ ശാശ്വതമോ അല്ല. ഓക്കെ, ഇനി ആർട്ടിക്കിൾസ് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കി പോകാം. ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യമായ നിയമ പരിരക്ഷയും പറയുന്നത്. ആർട്ടിക്കിൾ 15 വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണമാണ്. ആർട്ടിക്കിൾ 16 അവസര സമത്വമാണ്. 17 അയിത്ത നിർമാർജനമാണ്. 18 സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുന്നതാണ്. ആർട്ടിക്കിൾ 19 വരുമ്പോൾ 6 തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളാണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം, അല്ലെ? അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും, സമ്മേളന സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, പാർപ്പിട സ്വാതന്ത്ര്യം, തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. അത് കൃത്യമായി പഠിച്ചു വെച്ചേക്കണേ. അഭിപ്രായം പറയാൻ സമ്മേളനത്തിൽ ചെന്നപ്പോൾ സംഘടനയിലുള്ള ആൾക്കാർ സഞ്ചാരത്തിനായിട്ട് യാത്ര പോയി, അല്ലെ? അവിടെ പോയി താമസിച്ച് ജോലിയും ചെയ്ത് അവിടെ അങ്ങ് ജീവിച്ചു. അങ്ങനെയൊക്കെ അങ്ങ് ഓർത്തിരിക്കുക കേട്ടോ. അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, സമ്മേളന സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, പാർപ്പിട സ്വാതന്ത്ര്യം, തൊഴിൽ, വ്യാപാരം, വ്യവസായം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. അപ്പൊ അതിന്റെ ആർട്ടിക്കിൾ കൂടി പഠിച്ചു വെച്ചിരിക്കുക. 19(a) അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറയുന്നത്. ബിയില് സമ്മേളന സ്വാതന്ത്ര്യമാണ്. സിയില് സംഘടനാ സ്വാതന്ത്ര്യമാണ്. ഡിയില് സഞ്ചാര സ്വാതന്ത്ര്യമാണ്. ഇയില് പാർപ്പിട സ്വാതന്ത്ര്യമാണ്. എഫില് നേരത്തെ സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, അത് എടുത്തു കളഞ്ഞു. ജിക്കകത്ത് തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യമാണ് പറയുന്നത്. അടുത്ത ചോദ്യം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടൻ രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ തന്നെ സ്വാഭാവികമായി റദ്ദാകുന്ന മൗലികാവകാശം ഏതാണ്? ആർട്ടിക്കിൾ 19 6 തരത്തിലുള്ള മൗലിക സ്വാതന്ത്ര്യവും എന്ത് ചെയ്യുന്നു? അവിടെ രാഷ്ട്രപതി പ്രത്യേകമായിട്ട് റൂൾസ് ഒന്നും ഇറക്കേണ്ട കാര്യമില്ല. ആർട്ടിക്കിൾ 19 സ്വമേധയാ ഇല്ലാതാകും, അല്ലെ? എന്നാൽ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യുവാൻ കഴിയാത്ത മൗലികാവകാശം ഏതെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 20ഉം 21ഉമാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ 21 എന്താണ്? ഭരണഘടനയുടെ എത്രാമത്തെ വകുപ്പാണ് മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത്? 21ാമത്തെ വകുപ്പാണ്
എന്ത് മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത്. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശങ്ങളെയാണ് നമ്മൾ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യ വിളിയോടെ പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 17 ആണ്. ഒരു കുറ്റവാളിക്ക് ലഭിക്കേണ്ട 3 തരത്തിലുള്ള സംരക്ഷണം നൽകുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? ആർട്ടിക്കിൾ 20. ആ 3 തരത്തിലുള്ള സംരക്ഷണം കൃത്യമായി ഒന്ന് പഠിച്ചു വെച്ചോളൂ. മുൻകാല പ്രാബല്യത്തിലൂടെ ക്രിമിനൽ നിയമം പാസ്സാക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ ഒരു കാര്യം ആർട്ടിക്കിൾ 20 പറയുന്നുണ്ട് അല്ലെ. നോ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ എന്നാണ് പറയുന്നത്. അതുപോലെ ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലേറെ തവണ ശിക്ഷിക്കാൻ പാടില്ല. നോ ഡബിൾ ജെപ്പാർഡി എന്ന് പറയുന്നു. ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവ് നൽകുന്നതിന് നിർബന്ധിക്കാൻ പാടില്ല. നോ സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് പറയുന്നു. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഏത് ഈ കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള സംരക്ഷണം. അത് ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 20. ഇനി കേരള ഹൈക്കോടതി പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഏത് ആർട്ടിക്കിളാണ്? 21 ആർട്ടിക്കിൾ ആണ്. എന്താണത്? സ്വകാര്യതയ്ക്കുള്ള അവകാശത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് 21 ആർട്ടിക്കിള്. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ അത് മൗലിക അവകാശമാണ്. ഇനി സ്വന്തം ഇഷ്ടപ്രകാരം ഒരു പൗരന് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഏതാണ്? ആർട്ടിക്കിൾ 21. വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾ ഏതായിരുന്നു? ആർട്ടിക്കിൾ 21A ആയിരുന്നു അല്ലെ. ആർട്ടിക്കിൾ 21A അടിസ്ഥാനമാക്കി പാർലമെന്റ് പാസാക്കിയ നിയമം ഏതാണെന്ന് പറഞ്ഞേ? അത് വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ആണ്. ഭരണഘടനയിലെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? 14, 19, 21 ആണ് അല്ലെ. 14, 19, 21 ആണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തിക്കൊണ്ടു പോകുന്നതിനുമുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ആർട്ടിക്കിൾ 30 ആണ്. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ആണ് 32. ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശമാണ് എവിടെ പറയുന്നത്? 32 പറയുന്നത്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ ഏത് ആർട്ടിക്കിളിനെയാണ് വിശേഷിപ്പിച്ചത്? ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. ഏതാണ്? ആർട്ടിക്കിൾ 32 ഇനി നമ്മള് എന്താണ് ഓരോ റിട്ടുകളെ പറ്റി പഠിക്കാനായിട്ട് പോവുകയാണ്. ഹേബിയസ് കോർപ്പസ് എന്ന ആ റിട്ടിന്റെ ആ വാക്കിന്റെ ആ പേരിന്റെ അർത്ഥം എന്താണ്? ശരീരം ഹാജരാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്ന അർത്ഥത്തിലാണ് ഹേബിയസ് കോർപ്പസ് ഉപയോഗിക്കുന്നത്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ നാം കൽപ്പിക്കുന്നു. കോ വാറന്റോ എന്ന് പറഞ്ഞാൽ എന്തധികാരം? പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ തടയുന്നു. സെർഷ്യോററി എന്ന് പറഞ്ഞാൽ സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ പൂർണ്ണ വിവരം നൽകുക എന്ന അർത്ഥത്തിലാണ് എന്തുപയോഗിക്കുന്നത്? സെർഷ്യോററി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം. സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ വ്യക്തിയെയോ ഒരു സ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ട് അറിയപ്പെടുന്ന പേര് എന്താണ്? ഏതാണ്? സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ വ്യക്തിയെയോ സ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ടിന്റെ പേരാണെന്ത്? മാൻഡമസ്. ഇനി ഒരു കീഴ്ക്കോടതി അധികാര അതിർത്തി ലംഘിക്കുകയും സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്താൽ പുറപ്പെടുവിക്കുന്ന റിട്ടിന്റെ പേര് എന്താണ്? അത് പ്രൊഹിബിഷൻ ആണ്. ഒരു കേസ് ഒരു കീഴ്ക്കോടതിയിൽ നിന്നും ഒരു മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് ഏത്? സെർഷ്യോററി എന്ന് പറയുന്നത്. അനർഹമായി ഉദ്യോഗം നേടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന റിട്ട് ഏതാണ്? കോ വാറന്റോ ആണ്. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ മോചിപ്പിക്കുവാൻ കോടതി ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. റിട്ട് എന്ന ആശയം നമ്മൾ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയാത്തത് ആർക്കെതിരെയാണ്? സ്വകാര്യ വ്യക്തികൾ, രാഷ്ട്രപതി, ഗവർണർമാർ, പാർലമെന്റ് അംഗങ്ങൾക്കെതിരെ തുടങ്ങിയവർക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റില്ല? മാൻഡമസ് സ്വന്തം കർത്തവ്യം നിർവഹിക്കൂ എന്ന് പറഞ്ഞ് ഒരു റിട്ട് പുറപ്പെടുവിക്കാൻ കോടതിക്ക് സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എങ്കിൽ അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിർദ്ദേശക തത്വങ്ങളാണ്. ഓക്കെ, അപ്പൊ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? നിർദ്ദേശക തത്വങ്ങളിലാണ് അല്ലെ. അപ്പൊ ഈ നിർദ്ദേശക തത്വങ്ങൾ എന്നുള്ള ആശയം നമ്മള് ഇന്ത്യ കടമെടുത്തത് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. എന്നാൽ ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. ഏത് ഭരണഘടന എന്ന് ചോദിച്ചാൽ ഐറിഷ് ഭരണഘടന. ഏത് രാജ്യം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? അയർലൻഡ് ആണ്. ഓക്കെ, അപ്പോ അയർലൻഡ് ഈ ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അത് സ്പാനിഷ് ഭരണഘടനയിൽ നിന്നാണ് കേട്ടോ. സ്പാനിഷ് ഭരണഘടനയിൽ നിന്ന് നമ്മൾ കടമെടുത്തില്ല. ആ സ്പാനിഷ് ഭരണഘടനയിൽ നിന്നും അയർലൻഡ് കടമെടുത്തു. അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്ന് അല്ലെങ്കിൽ ഐറിഷ് ഭരണഘടനയിൽ
ഭരണഘടനയിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യ ഈ ഒരു ആശയം കടമെടുത്തിട്ടുള്ളത്. എങ്കിൽ ഈ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം ഏതാണ്? അത് സ്പെയിൻ ആണ് കേട്ടോ. നിർദ്ദേശക തത്വങ്ങളുടെ ആ ആർട്ടിക്കിള് 36 മുതൽ 51 വരെയാണ് അല്ലെ. 12 മുതൽ 35 വരെ നമ്മള് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെ, മൗലിക അവകാശങ്ങളായിരുന്നു. അതിനുശേഷം തൊട്ടടുത്ത ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ നമ്മൾ എന്താണ്? DPSP ആണ് അല്ലെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങളാണ് അവിടെ പ്രതിപാദിക്കുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നിയമനിർമ്മാണത്തിലും നിർവഹണത്തിലും രാഷ്ട്രം പിന്തുടരേണ്ട ചില അടിസ്ഥാന ലക്ഷ്യങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രക്രിയ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന രാജ്യം അറിയപ്പെടുന്നത് ക്ഷേമ രാഷ്ട്രം എന്നാണ് അല്ലെ. അപ്പോ ഇവിടെ നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം ഏതാ മക്കളെ? ഭാഗം 4 ആണ് കേട്ടോ. ഭാഗം 4-ലാണ് എന്തിനെ പറ്റി പറയുന്നത്? DPSP പറ്റി പറയുന്നത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ശ്രദ്ധിക്കണേ, ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന ആ ഒരു ഭാഗവുമായിട്ട് സാദൃശ്യമുള്ള ഒരു ഭരണഘടന, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗമാണ് ഇത് നിർദ്ദേശക തത്വങ്ങൾ. 1935 നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിനകത്ത് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു. അപ്പൊ ആ സെയിം ഭാഗത്തിന് സിമിലർ ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലൂടെ ഒരു ഭാഗമാണ് ഇത് ഈ പറയുന്ന നിർദ്ദേശക തത്വങ്ങൾ. ഗാന്ധിജിയുടെ ക്ഷേമ രാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണെന്ന് സ്ഥിരം ചോദിക്കും. അത് നിർദ്ദേശക തത്വങ്ങളിലാണ്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതായിരുന്നു? അത് തേജ് ബഹദൂർ സപ്രു കമ്മിറ്റി ആയിരുന്നു. ഏതായിരുന്നു? തേജ് ബഹദൂർ സപ്രു കമ്മിറ്റി ആയിരുന്നു. നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് നോക്കിക്കേ. ജനങ്ങളുടെ സംരക്ഷണവും സേവനവും, അതായത് ജനക്ഷേമം, പൊതുവിഭവങ്ങളുടെ തുല്യ വിതരണം, ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ, അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, പൊതുജനാരോഗ്യം, വിദ്യാഭ്യാസം, കുടിൽ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കുക, ഏകീകൃത സിവിൽ കോഡ്, ലഹരി പാനീയങ്ങളുടെ ഉപയോഗം നിരോധിക്കുക എന്നിവയാണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗാന്ധിജിയുടെ ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു? ലഹരി വസ്തുക്കളുടെ നിരോധനം, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കുക, ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണമാണ് ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. ഇനി നിർദ്ദേശക തത്വങ്ങളുടെ പ്രത്യേകതകൾ ഒന്ന് മനസ്സിലാക്കുക. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയിൽ പോകാൻ പറ്റുമോ? പറ്റത്തില്ല. കോടതി വഴി സ്ഥാപിക്കാൻ കഴിയാത്തത് കൊണ്ട് അത് നമ്മൾക്ക് ന്യായവാദത്തിന് അർഹമല്ല, നോൺ ജസ്റ്റിഷ്യബിൾ എന്ന് നമുക്ക് പറയാം. ന്യായവാദത്തിന് അർഹമാണ് ഏത്? ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പൊ അത് ജസ്റ്റിഷ്യബിൾ ആണ്. പക്ഷെ ഈ നിർദ്ദേശക തത്വങ്ങൾ നമുക്ക് കോടതി വഴി സ്ഥാപിച്ചെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അതിനെ നോൺ ജസ്റ്റിഷ്യബിൾ എന്ന് വിളിക്കുന്നത്. ഇനി നടപ്പിലാക്കാൻ പ്രത്യേക നിയമനിർമ്മാണം അവിടെ ആവശ്യമായിട്ട് വരും. ചില കാര്യങ്ങൾ ചെയ്യാൻ ഭരണകൂടത്തിനോട് നിർദ്ദേശിക്കുന്നത് കൊണ്ട് ഇത് പോസിറ്റീവ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ചില കാര്യങ്ങൾ ചെയ്യാൻ ഭരണകൂടത്തോട് ഇതെന്ത് ചെയ്യുന്നുണ്ട്? നിർദ്ദേശിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് പോസിറ്റീവ് ആയിട്ടാണ് ഇത് കണക്കാക്കുന്നത്. നിർദ്ദേശക തത്വങ്ങളെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ. അതിലെ ഗാന്ധിയൻ തത്വങ്ങൾ ഏതൊക്കെ ആർട്ടിക്കിൾ ആണ്? 40, 43, 43B, 46, 47, 48 ഗാന്ധിയൻ ആശയങ്ങൾ വരുന്നത്. ഇനി നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല, കോടതിയിലൂടെ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ആണേത്? ആർട്ടിക്കിൾ 37. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 39D ആണ്. 39-ലെ D ക്ലോസിലാണ് എന്തിനെ പറ്റി പറയുന്നത്? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണം എന്ന് പറയുന്നത്. ദെൻ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 40-ലാണ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്നത് 44-ലാണ്. പട്ടികജാതികൾക്കാരുടെയും പട്ടികവർഗങ്ങളുടെയും മറ്റും ദുർബല വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്ന് അനുശാസിക്കുന്നത് 46-ലാണ്. നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? അത് ആർട്ടിക്കിൾ 50-ആണ്. അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കണം എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ
ആർട്ടിക്കിൾ 51 മൗലിക അവകാശങ്ങൾക്കും നിർദ്ദേശക തത്വങ്ങൾക്കും ഇടയിൽ തർക്കം വരികയാണെങ്കിൽ മൗലിക അവകാശമാണ് നിലനിൽക്കുന്നത് എന്ന് സുപ്രീം കോടതി പറഞ്ഞ കേസ് ഏതായിരുന്നു? 1951 ചമ്പകം ദൊരൈരാജൻ കേസിലാണ് അങ്ങനെ ഒരു പ്രസ്താവന സുപ്രീം കോടതി നടത്തുന്നത്. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാനാകില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് ഏതായിരുന്നു? 1967 ഗോലക്നാഥ് കേസായിരുന്നു. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത് മൗലിക കടമകളാണ്. ഓക്കെ, അപ്പൊ മൗലിക കടമകൾ എന്ന് പറയുമ്പോൾ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. എന്നാൽ എന്നാണ് ഈ ഭരണഘടനയിലേക്ക് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തുന്നത്? 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 10 മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് അല്ലെ. അതിനുശേഷം 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 11ാമതായിട്ടൊരു കടമ കൂടി എന്ത് ചെയ്യുന്നു? കൂട്ടിച്ചേർക്കുന്നു. അപ്പൊ മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? USSR അഥവാ റഷ്യയിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? മൗലിക കടമകൾ എന്നുള്ള ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്. ലോകത്തിൽ ആദ്യമായിട്ട് ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ രാജ്യം അതേതാണ്? ജപ്പാൻ ആണ് കേട്ടോ. ഇന്ത്യയെ കൂടാതെ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ജനാധിപത്യ രാജ്യങ്ങളിൽ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ മറ്റൊരു രാജ്യം എന്ന് ചോദിച്ചാൽ ഉത്തരം നമ്മള് ജപ്പാന്റെ പേരാണ് പറയേണ്ടത്. മൗലിക കടമകൾ എന്ന ആശയം മുന്നോട്ട് വെച്ച കമ്മിറ്റി ഏതായിരുന്നു? അത് സൊരൻ സിംഗ് കമ്മിറ്റി ആയിരുന്നു. എന്തായിരുന്നു? സൊരൻ സിംഗ് കമ്മിറ്റിയാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. സൊരൻ സിംഗ് കമ്മിറ്റിയുടെ കാര്യം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. 1976 മൗലിക കടമകളെ കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകാൻ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റിയായിരുന്നു സൊരൻ സിംഗ് കമ്മിറ്റി. പൗരന്മാർ മൗലിക അവകാശങ്ങൾ ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് ചില കടമകൾ കൂടി നിർവഹിക്കേണ്ടതുണ്ട് എന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ച കമ്മിറ്റി ഏതെന്ന് ചോദിച്ചാൽ അത് സൊരൻ സിംഗ് കമ്മിറ്റിയാണ്. അത് പ്രകാരമാണ് 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 4A എന്നുള്ള ഒരു ഭാഗം ഭരണഘടനയിലേക്ക് പുതിയതായിട്ട് കൂട്ടിച്ചേർത്തത്. അതിനകത്ത് ആർട്ടിക്കിൾ 51A എന്നുള്ള ഒരു പുതിയ ആർട്ടിക്കിൾ കൂടി എന്ത് ചെയ്യുന്നു? കൂട്ടിച്ചേർക്കുകയുണ്ടായി. എന്നാൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആ 11 മൗലിക കടമകൾ ഏതെല്ലാം? 11 നല്ല വ്യക്തമായി പഠിച്ചിരിക്കുക. ഇതിനകത്ത് ഉൾപ്പെടാത്തത് ഏതെന്ന് ഇപ്പൊ സ്ഥിരമായി ചോദിക്കുന്നുണ്ട്. അപ്പോ ആ 11 മൗലിക കടമകൾ ആർട്ടിക്കിൾ പഠിക്കാൻ നോക്കിക്കോ. 51A എന്നുള്ള ആർട്ടിക്കിളിലെ A ക്ലോസ് B ക്ലോസ് അങ്ങനെയാണ് ഇതിന്റെ ആർട്ടിക്കിൾ പറയേണ്ടത്. ABCD ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് 51A എന്നുള്ള ഒരു ആർട്ടിക്കിൾ അവിടെ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ 11 മൗലിക കടമകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത് 51A A ക്ലോസിൽ എന്ത് പറയുന്നു? 51A A ക്ലോസിൽ എന്ത് പറയുന്നു? ഭരണഘടനയെ അനുസരിക്കുക, ദേശീയ പതാക, ദേശീയ ഗാനം അവയെ ആദരിക്കുക എന്ന് പറയുന്നു. 51A B ക്ലോസിൽ എന്താ പറയുന്നത്? സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം നൽകിയ ആദർശങ്ങൾ എന്ത് ചെയ്യുക? പിന്തുടരുക. 51A C രാജ്യത്തിന്റെ പരമാധികാരം, ഐക്യം, അഖണ്ഡത നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് പറയുന്നു. 51A D ക്ലോസിൽ രാജ്യത്തെ കാത്തുസൂക്ഷിക്കുകയും ആവശ്യം വന്നാൽ ദേശീയ സേവനം അനുഷ്ഠിക്കുകയും ചെയ്യണമെന്ന് പറയുന്നു. 51A E പറയുന്നത് എന്താണ്? മതം, ഭാഷ, പ്രദേശം ഒന്നും നോക്കാതെ പരസ്പരം സാഹോദര്യം പുലർത്തുക, സ്ത്രീകളുടെ അന്തസ്സിന് കോട്ടം വരുത്തുന്ന ആചാരങ്ങൾ നിർത്തലാക്കുക, സംസ്കാര പാരമ്പര്യം നിലനിർത്തണമെന്ന് 51A F ക്ലോസിൽ പറയുന്നു. ദെൻ പരിസ്ഥിതി സംരക്ഷണമാണ് G, ഗ്രീൻ എന്ന് ഓർത്തിരുന്നാൽ മതി. ഗ്രീൻ പരിസ്ഥിതി സംരക്ഷണം. H എന്താ പറയുന്നത്? ശാസ്ത്രീയമായ കാഴ്ചപ്പാടും പരിഷ്കരണത്തിനുള്ള മനോഭാവവും വികസിപ്പിക്കുക, പൊതുസ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഉപേക്ഷിക്കുക. അതാണ് I പറയുന്നത്. ആൻഡ് Jയിൽ എന്താ പറയുന്നത്? എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി രാഷ്ട്രത്തെ ഔന്നത്യത്തിന്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക. ഓക്കെ, ഇനി അവസാനത്തെ ലാസ്റ്റ് 2002 86ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത ആ ഒരു ആർട്ടിക്കിൾ ആണ് 51A K എന്ന് പറയുന്ന ക്ലോസ്. അതിനകത്ത് 6നും 14നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം അല്ലെ, വിദ്യാഭ്യാസം നൽകേണ്ടത് അവരുടെ രക്ഷിതാക്കളുടെ കടമയാണെന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് അത്. ഓക്കെ, അപ്പൊ 6നും
14 ഇടയിലാണെന്ന് ഓർത്തിരിക്കുക. ഇനി മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 51A ആണ്. മൗലിക കടമകൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ചോദിച്ചാൽ ഭാഗം 4A ആണ്. മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നത് ഇന്ദിരാഗാന്ധിയും അവിടെ ആ പ്രസിഡന്റ് ആയിരുന്നത് ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദുമായിരുന്നു. ഇത് എന്നാണ് നിലവിൽ വരുന്നത്? 1977 ജനുവരി മാസം 3-ാം തീയതിയാണ്. ഇനി ഇതാ ശ്രദ്ധിച്ചു നോക്കിക്കേ. ഒരു ഇന്ത്യൻ പൗരൻ മൗലിക കടമകൾ നിർവഹിച്ചില്ല എങ്കിൽ അത് ചൂണ്ടിക്കാട്ടി ഒരു കോടതിക്കോ വ്യക്തിക്കെതിരെ കേസെടുക്കാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം. ഇല്ല. പക്ഷെ ആ കടമ ഒരു നിയമമായി പാർലമെന്റ് പാസാക്കിയിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാത്തവരെ ശിക്ഷിക്കാൻ എന്തുണ്ട്? കോടതിക്ക് അധികാരമുണ്ട്. അങ്ങനെയെങ്കിൽ മൗലിക കടമകളുടെ സവിശേഷതകൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. എന്താണ്? ചിലത് ധാർമ്മിക കടമകളും മറ്റു ചിലത് പൗരധർമ്മങ്ങളുമാണ്. ചിലത് ധാർമ്മിക കടമകളാണ്, ധാർമ്മികമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. മറ്റു ചിലത് പൗരന്മാർ ചെയ്യേണ്ട ധർമ്മങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ്. ഇത് വിദേശികൾക്ക് ബാധകമല്ല. ന്യായവാദത്തിന് അർഹമല്ല. ആയതിനാൽ കോടതിയിലോ അവ കോടതിക്ക് അവ നടപ്പിലാക്കാൻ നിർദ്ദേശിക്കാൻ സാധിക്കില്ല. ഇന്ത്യൻ ജീവിത രീതിയുമായി ഗാഢമായ ബന്ധം ഇത് പുലർത്തുന്നുണ്ട്. ഇതൊക്കെയാണ് മൗലിക കടമകളുടെ സവിശേഷതകൾ. ഇനി 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകളിൽ 11ാമതായിട്ട് കൂട്ടിച്ചേർത്ത കടമ ഏതെന്ന് ചോദിച്ചാൽ നോക്കൂ, ആർട്ടിക്കിൾ 51A എന്താണ്? 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുക എന്ന ആ ഒരു കടമയാണ് അതിനകത്ത് കൂട്ടിച്ചേർക്കുന്നത്. അടുത്ത നോക്കൂ, സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ നിർത്തലാക്കുക എന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 51A എന്ത്? സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ നിർത്തലാക്കണം എന്ന് പറയുന്നത്. ഇനി ദേശീയ പതാക ആദരിക്കുക എന്നതിനെ പറ്റി പറയുന്നത് 51A പരിസ്ഥിതി സംരക്ഷണത്തെ പറ്റി പറയുന്നത് 51A G ക്ലോസിലാണെന്ന് ഓർത്തിരിക്കുക. എങ്കിൽ മൗലിക കടമകൾ നടപ്പിലാക്കുന്നതിനുള്ള നിയമവ്യവസ്ഥകളുടെ നിലനിൽപ്പ് പരിശോധിക്കുന്നതിന് വേണ്ടി നിയമിക്കപ്പെട്ട കമ്മിറ്റി ഏതായിരുന്നു? ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി ആയിരുന്നു. അത് നിയമിച്ചത് 1998 അവര് റിപ്പോർട്ട് 1999 സമർപ്പിച്ചു. ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് JS വർമ്മയായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. ഇത് നമ്മള് ചോദ്യങ്ങള് പഠിച്ച കാര്യങ്ങൾ വീണ്ടും 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 റിവൈസ് ചെയ്യുകയാണ്. സോ നിങ്ങൾ അതിനനുസരിച്ച് വരിക. ഓക്കെ, പഠിക്കാത്തവർക്കാണ് അയ്യോ ഇതെനിക്ക് മനസ്സിലായില്ല, ഇത് എന്താണ് സ്പീഡിൽ പോകുന്നു എന്നൊക്കെ തോന്നുന്നത്. അത് ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ക്ലാസ്സിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾ പഠിച്ചിട്ട് വന്നിരിക്കുന്നവരായിരിക്കും. സോ റിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ എന്താണ് ഓടിച്ചോടിച്ച് പഠിച്ചു പോവുകയാണ്, കേട്ടു പോവുകയാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ തന്നെ ഈ റിവിഷനെ നിങ്ങൾ കാണുക. ഓക്കെ, ക്ലിയർ?